ചികിത്സ ലഭ്യമാണ്. ക്യാൻസർ വന്ന രോഗികളിൽ ഭൂരിഭാഗം പേർക്കും നല്ല രീതിയിൽ തുടർ ജീവിതം നയിക്കാനുള്ള വേദി, അവസരം, സൗകര്യങ്ങൾ, ചികിത്സാക്രമങ്ങൾ ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് 2 വർഷം മുമ്പ് കോവിഡ് ആരംഭിക്കുന്നതിന് മുമ്പ് ഡോക്ടർ വി പിള്ള ഇതിനടുത്ത് വെള്ളയമ്പലം ബിഷപ്സ് ഹൗസിൽ വെച്ച് നടത്തിയ ഒരു സെമിനാറിൽ പറഞ്ഞത് താമസിയാതെ ക്യാൻസറിനെ നമ്മൾ പൂർണ്ണമായും പ്രതിരോധിക്കാനും ചികിത്സിച്ച് ഭേദപ്പെടുത്താനും സാധിക്കും എന്ന് തന്നെയാണ്. അത്ര വേഗത്തിലാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അപ്പോഴെല്ലാം എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത് ക്യാൻസർ ഉണ്ട് എന്ന് എത്രയും വേഗം എല്ലാവരും അറിയണം. ഏർലി ഡിറ്റക്ഷൻ, ദാറ്റ് ഈസ് ഫണ്ടമെന്റൽ ടു ക്യൂറിംഗ് ക്യാൻസർ ഓർ ട്രീറ്റിംഗ് ക്യാൻസർ എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ആ ഏർലി ഡിറ്റക്ഷൻ എന്നുള്ള ആശയത്തിലേക്ക് വരുമ്പോഴാണ് ഇതിൽ പലപ്പോഴും ഡോക്ടർമാർ സഹായകരാണ്. എനിക്ക് രോഗമുണ്ട് എന്ന് സംശയിച്ച് ഞാനൊരു ആശുപത്രിയിൽ പോയി ഒരു ഡോക്ടറെ കണ്ടാൽ മാത്രമേ എനിക്കുള്ള രോഗം ഡയഗ്നോസ് ചെയ്യപ്പെടുകയുള്ളൂ. പക്ഷെ ക്യാൻസറിനെ സംബന്ധിച്ച് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം നമുക്ക് ആ രോഗം വരില്ല, നമുക്ക് ആ രോഗം ഉണ്ട് എന്ന് സംശയിക്കാൻ പോലും നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ എനിക്ക് ആ രോഗമുണ്ടെന്ന് സംശയിക്കാൻ ഞാൻ തന്നെ ഭയപ്പെടുന്ന ഒരു സ്ഥിതി. അതുപോലെ തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് രോഗം കൺഫേം ചെയ്താൽ പിന്നെയുള്ള കഷ്ടപ്പാട് ഓർത്ത് എന്നാൽ ഇതിന്റെ കൺഫർമേഷന് വേണ്ടി പോകണ്ട എന്ന് തീരുമാനിക്കുന്ന അവസ്ഥ, ഇവയെല്ലാം തന്നെ നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രബലമാണ്. അപ്പൊ സമൂഹത്തിൽ ക്യാൻസറിനെ കുറിച്ചുള്ള ബോധവൽക്കരണവും ഏർലി ഡിറ്റക്ഷന്റെ ആവശ്യകതയെ കുറിച്ചുള്ള അറിവും ഒക്കെ ഉണ്ടാകേണ്ടത് ക്യാൻസർ പ്രതിരോധത്തിന് അത്യന്താപേക്ഷിതമാണ്. അത് ചികിത്സയുടെയോ ഗവേഷണത്തിന്റെയോ ഭാഗമല്ല, മറിച്ച് മനുഷ്യർ തമ്മിലുള്ള ഇടപെടലിന്റെയും മനുഷ്യർ തമ്മിലുള്ള സഹകരണത്തിന്റെയും പരസ്പര കരുതലിന്റെയും ഒക്കെ അടയാളമാണ് ക്യാൻസറിനെ സംബന്ധിച്ചുള്ള ഏർലി ഡിറ്റക്ഷന് വേണ്ടി ആളുകളെ പ്രേരിപ്പിക്കുന്ന ഒരു സാമൂഹിക അവസ്ഥ സൃഷ്ടിക്കുക എന്നുള്ളത്. അതിനുവേണ്ടിയാണ് യഥാർത്ഥത്തിൽ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് വളരെയധികം ശ്രദ്ധിക്കുന്നത്, വളരെയധികം പ്രയത്നിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനമാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 10-30 കൊല്ലത്തെ ഗവേഷണ ഫലമായി, സാങ്കേതിക വിദ്യയുടെ വികസനത്തിന്റെ ഭാഗമായി, അറിവിന്റെ വിസ്ഫോടനത്തിന്റെ ഭാഗമായി ഒക്കെ ക്യാൻസർ ചികിത്സാ രംഗത്ത് വളരെ വലിയ പുരോഗതി ഉണ്ടാക്കുവാൻ വൈദ്യശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേപോലെ തന്നെ ഇത്ര വലിയ പുരോഗതി ഉണ്ടാകുമ്പോൾ തന്നെ ഈ രോഗത്തിനുള്ള ചികിത്സയ്ക്കുള്ള ചെലവ്, ഈ രോഗത്തിന് സമഗ്രമായ ഒരു ചികിത്സാ സെന്റർ തുടർന്ന് സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി വരുന്ന മൂലധനത്തിന്റെ അളവ്, ഇവയെല്ലാം തന്നെ വളരെ വളരെ വലിയ സംഖ്യകളായി, കോടാനും കോടികൾ വേണ്ട സംഖ്യകളായിട്ട് ഈ അടുത്ത കാലത്ത് 10-20 വർഷം കൊണ്ട് ആയിത്തീർന്നു. ഒരു വശത്ത് ക്യാൻസറിന്റെ ചികിത്സ ആവശ്യമുള്ളവരുടെ എണ്ണം അത് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ആയുർദൈർഘ്യം വർദ്ധിക്കുന്നതനുസരിച്ച് 45-ൽ നിന്ന് 60-ലേക്കും 60-ൽ നിന്ന് ഇന്ന് 77-ലേക്കും കേരളത്തിന്റെ ശരാശരി ആയുർദൈർഘ്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് നമുക്ക് എല്ലാവർക്കും ക്യാൻസർ വരാനുള്ള സാധ്യത ആയുർദൈർഘ്യം വർദ്ധിച്ചു വരും. അപ്പോൾ ഇതിന്റെ ആവശ്യം വളരെ വളരെ കൂടും. ഏർലി ഡിറ്റക്ഷന്റെ ആവശ്യം വളരെ വളരെ കൂടും. അതേസമയം തന്നെ ചികിത്സാ സൗകര്യങ്ങളുടെ ആവശ്യവും വളരെ വളരെ വർദ്ധിക്കും. പക്ഷേ ആ ചികിത്സാ സൗകര്യങ്ങളുടെ ചിലവ് ഓർക്കുമ്പോൾ പലർക്കും ഈ ചികിത്സ അവർക്ക് കഴിയാവുന്നതിനപ്പുറത്തേക്കായിത്തീരുന്ന ഒരു വളരെ ദയനീയമായ ഒരു അവസ്ഥ പല കുടുംബങ്ങളിൽ തന്നെ. ഒരാൾക്ക് ക്യാൻസർ വന്നാൽ ആ കുടുംബം പാടെ സാമ്പത്തികമായി തകരുന്ന സ്ഥിതിയും നിലനിൽക്കുകയാണ്. അപ്പൊ അതിനെ പ്രതിരോധിക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് വലിയ സാമൂഹിക പ്രതിരോധവും സാമൂഹിക ഐക്യദാർഢ്യവും അത്യാവശ്യമാണ്. ആ രംഗത്ത് ക്യാൻസർ രോഗികളെ ആശ്വസിപ്പിക്കുന്നതിന്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കുന്നതിനും, രോഗികൾക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ നല്ല രീതിയിൽ നൽകുന്നതിനും, ഇങ്ങനെ പല രംഗങ്ങളിൽ പല രീതികളിൽ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസിന് ഇതിൻ്റെതായ പങ്ക് വഹിക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ ജീവിത രീതികൾ മാറ്റുന്നത്,
പുകവലിയും ക്യാൻസറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അധികമാരും സംസാരിക്കേണ്ട കാര്യമില്ല. ഒരുപക്ഷെ പുകവലി എന്നുള്ള ദുശീലം അത് കേരളത്തിൽ നിന്ന് താരതമ്യേന ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ വെറ്റില, മുറുക്ക്, പുകയിലയുടെ ഉപയോഗം ഇവയൊക്കെ നമ്മുടെ സമൂഹത്തിൽ വളരെ വളരെ കുറഞ്ഞത് സർക്കാരിന്റെ എന്തെങ്കിലും വലിയ ഇടപെടൽ കൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നത്. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകൾ, പ്രത്യേകിച്ച് അടുത്ത കാലത്ത് കോടതി നിയമവ്യവസ്ഥയും ഉണ്ടായി. ആ നിയമവ്യവസ്ഥയ്ക്കും കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ട് വലിയ ഒരു സാമൂഹിക അവബോധം സൃഷ്ടിച്ച് പുകയിലയുടെ ഉപയോഗം ഗണ്യമായി നമ്മുടെ സമൂഹത്തിൽ കുറച്ചു കൊണ്ടുവരുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രംഗത്ത് ക്യാൻസർ വരുന്ന ജീവിത രീതികൾ, ക്യാൻസർ സാധ്യത ഉണ്ടാക്കുന്ന ജീവിത രീതികളോ ദുശീലങ്ങളോ ഇല്ലാതാക്കുവാൻ വളരെ സംഘടിതമായിട്ടുള്ള പ്രവർത്തനം നമുക്ക് നടത്തുവാൻ സാധിക്കും. അതുപോലെ കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെയുള്ള ബോധവൽക്കരണം ഇതൊക്കെ വളരെ പ്രധാനമാണ്. അപ്പൊ അതിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളാണ് ഇതിലൂടെ നടക്കാൻ പോകുന്നത്. ഈ രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ധാരാളം പ്രസ്ഥാനങ്ങൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അവയൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് 2 സംഘടനകളുടെ പ്രതിനിധികളാണ് ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത്. ശ്രീ ഫൈ മലബാർ ക്യാൻസർ സെന്റർ ഒരുപക്ഷെ ഏറ്റവും നല്ല രീതിയിൽ കേരളത്തിലെ ആകമാനം ഏറ്റവും നല്ല രീതിയിൽ 1989 മുതൽ ഇതുവരെ ഏതാണ്ട് ദശലക്ഷക്കണക്കിന് ആളുകളെ ക്യാൻസർ ഡിറ്റക്ഷനും ക്യാൻസർ ബോധവൽക്കരണത്തിൽ ഒക്കെ തയ്യാറാക്കി. ഞാൻ ഈ പ്രതിപാദിച്ച മേഖലകളിലെല്ലാം തന്നെ വലിയ സംഭാവനകൾ നടത്തിയാണ്. കണ്ണൂരിൽ നിന്ന് ചെറിയ ഗ്രാമത്തിൽ ആരംഭിച്ച് വളരെ വലിയ രീതിയിലുള്ള പ്രവർത്തനമാണ് ശ്രീ ഫൈയുടെ നേതൃത്വത്തിൽ. അതുപോലെ ശ്രീ എബി അദ്ദേഹത്തെ എല്ലാവരും തന്നെ വലിയ സുസ്ഥി ഫൗണ്ടേഷൻ 2012 അവസാനം ആരംഭിക്കുകയും അതിനുശേഷം ഇവിടെ നേതാവും നിരവധി പരിപാടികൾ ലക്ഷക്കണക്കിന് ആളുകളെ, സ്ത്രീകളെ, തീരപ്രദേശ നിവാസികളെയൊക്കെ ലക്ഷക്കണക്കിന് ആളുകളെ ഓങ്കോളജി ക്ലബിലെയും മറ്റ് മെഡിക്കൽ കോളേജിലെയും കോളേജുകളിലെയും ഒക്കെ ഡോക്ടർമാരുടെ വലിയ സഹകരണത്തോടുകൂടി ധാരാളം മെഡിക്കൽ വിദ്യാർത്ഥികൾ, നഴ്സസും ഒക്കെ സഹകരിച്ച് ലക്ഷക്കണക്കിന് ആളുകളെ വൃത്തിയാക്കാനും സുസ്ഥി ഫൗണ്ടേഷൻ സാധിച്ചിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി ശ്രീ എബി ജോർജ് നമ്മളോടൊപ്പമുണ്ട്. ആദ്യത്തെ പ്രസന്റേഷനായി ഞാൻ ശ്രീ എബി ജോർജിനെ സാധാരണ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മുൻ DGP സ്വസ്തി ഫൗണ്ടേഷന്റെ ചെയർമാൻ കൂടിയായ ശ്രീ ജേക്കബ് സാർ, മറ്റ് വിശിഷ്യ വ്യക്തികൾ, ഡോക്ടർ ചന്ദ്രമോഹൻ, ഡോക്ടർ ഭോവൻ തോമസും ഇതിവിടെ വന്നപ്പോൾ തന്നെ പറഞ്ഞു ഇത് ഒരു 6:45 വെച്ചിരുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പം ഫില്ല് ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഈ ആറാട്ടിൻ്റെ കാര്യം ഓർമ്മിച്ചു. പിന്നാണ് എനിക്കറിയുന്നത് ആറാട്ട് എഴുന്നേൽപ്പിൽ ആദ്യം ആറാട്ട് കൊണ്ടമാരെയാണ് കൊടുത്തത്. ഏറ്റവും അവസാനമാണ് അതിൻ്റെ ഒരു ഭംഗിയായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഞങ്ങളെ ഈ പരിപാടിയിൽ വിളിച്ച ഒരുപാട് ഓങ്കോളജി ക്ലബിനോടും അതിൻ്റെ ഭാരവാഹികളുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിച്ചോളട്ടെ. സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള അനുഭവങ്ങളും സ്വസ്തി ഫൗണ്ടേഷൻ ഒരു NGO എന്നുള്ളതിൽ പ്രവർത്തിച്ചതിൻ്റെ അതിൻ്റെ അനുഭവങ്ങളും എല്ലാം ഇവിടെ വിവരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിൽ ബി ഷിഫ്റ്റിംഗ് ബിറ്റ്വീൻ ഇംഗ്ലീഷ് ആൻഡ് ഇൻ മലയാളം ബേസ്ഡ് ഓൺ ദി കൺവീനിയൻസ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. കുറച്ച് ഇംഗ്ലീഷിലും കുറച്ച് മലയാളത്തിലും എല്ലാം ഇട്ട് എന്നാലും ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ പറയാം. ആദ്യം ഞാനിവിടെ സ്വസ്തി ഫൗണ്ടേഷൻ രൂപീകൃതമായതിനെ കുറിച്ചൊക്കെ ജേക്കബ് സാർ സംസാരിക്കുകയുണ്ടായി. സ്വസ്തി ഫൗണ്ടേഷൻ്റെ ഒരു നട്ടല് എന്ന് പറയുന്നത് തന്നെ സ്വസ്തി ഹീലിംഗ് ഹാൻഡ്സ് ആണ്. അതിൻ്റെ ചെയർമാൻ ഒരുപാട് ഓങ്കോളജി ക്ലബിൻ്റെ പ്രസിഡന്റ് കൂടിയായ ഡോക്ടർ ചന്ദ്രമോഹനാണ്. ഡോക്ടർ ഭോവൻ ബോസ്, ഡോക്ടർ ഭാവമാത്തി സാർ അടക്കമുള്ള, ഡോക്ടർ മീരവാൾ അടക്കമുള്ള ഒരു സംഘം ഡോക്ടർമാരുടെ ഒരു
ഒരു സേവനം കൊണ്ടാണ് സ്വസ്തി ഫൗണ്ടേഷൻ സമൂഹത്തിൽ പിടിച്ചു നിൽക്കുന്നത് തന്നെ. ഡോക്ടർ രാംദാസ് സാർ ഇട്ടിരിക്കൊണ്ട് അദ്ദേഹം ഒക്കെയുള്ള ഒരു ഏരിയയാണ് ഹീലിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്നത്. We wish to state the organization views on cancer care and control. Cancer care and control are both areas that Swasti Foundation has been actively involved in during the course of last 8 years. Whatever is being stated here is derived from the learnings and experience from the many successful missions in the field thus far. It is a well-known and accepted fact that no individual or organization can play a decisive role in this sphere on its own, and there is need for cooperation on various aspects related to cancer care. NGOs can and need to play a very vital role in cancer care. The past experience of Swasti Foundation in cancer control has had the benefit of the advice and guidance from the esteemed team of Trivandrum Oncology Club. You have provided the Swasti mission. ചേട്ടൻ You have provided the Swasti mission with the legs. It needs to go forward and help in planning of future programs. It may be fair to say that the cancer care program of Swasti Foundation were largely based on the plans of action prepared under the supervision of doctors from Trivandrum Oncology Club. This is an association that has proven to be very fruitful over nearly a decade. So what has Swasti Foundation been up to in this arena of action? What are our claims of action here? Snehadalam camps, initiated in 2014, has been and will in the future be a program that reaches out to the people, offering screenings for 3 types of cancer: breast, oral and cervical. The break in the program was the interim imposed by the COVID lockdown. We all know that the treatment and care for most illness took a back seat with the coming of the pandemic and suffered greatly. Several cancer screening camps were held at colleges, places of work, residents associations, and were completely free. It needs to be noted that the valuable time graciously donated by the doctors made the entire thing possible. By the way, just to put some figure of the records, the program went on through from 2014 to March 2020. Right until the COVID lockdowns, over 2,000 camps were organized, and one can confidently say that more than 2 lakh people benefited. This is probably one of the clearest examples of how an NGO can be useful in cancer care. അതിനകത്ത് ഏറ്റവും കൂടുതൽ മലയാള മനോരമയാണ് എടുത്ത് പറയാൻ മലയാള മനോരമയാണ് സഹായിച്ചത്. അത് ഗവൺമെൻറ് ഭാഗത്ത് ഒരുപാട് സഹായത്താറുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒരു സൗജന്യമായിട്ട് നടത്തിയ ഒരു ക്യാമ്പ് ഒരു വൻ വിജയം തന്നെയായിരുന്നു. ഏകദേശം 2.5 ലക്ഷത്തോളം പേരെ അതിൻ്റെ പ്രയോജനം നമുക്കുണ്ടായിട്ടുണ്ട്. However, the first point of action that an NGO can do and what to do should be to spread vital awareness. Awareness drives can be on various fronts: spreading an understanding of cancer, how it can be detected by self-examinations, what manifest symptoms, what are the steps to be taken if one suspects he or she has cancer, what needs to be done during and post-treatment, and what the best practices are that can reduce occurrence are some of the key points that people need to be aware of. World Breast Cancer Month 2021 was a month that saw Swasti swing into high action. നിങ്ങൾ മാർച്ച് വന്നോ നോക്കി പരിപാടി ഓങ്കോളജി ക്ലബുമായിട്ട് മലയാള വനിതയായിട്ട് ചേർന്ന് അദ്ദേഹം ഉണ്ടായി. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്
ഞങ്ങൾ 31 ദിവസം ഡോക്ടർ ചന്ദ്രമോഹനും ഡോക്ടർ ബോവൻ തോമസും ഡോക്ടർ ബാബുമാത്യു സാർ അടക്കമുള്ളവരുടെ ഒരു സഹായ സഹകരണത്തോടു കൂടി നമ്മുടെ ശോഭാഘോഷിനാണ് വന്നിട്ടുണ്ട്. ഊട്ടിയിൽ നിന്നാണ് ഇതിനു വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ സഹകരണത്തോട് 31 ദിവസം നമ്മൾ 31 വളരെ പ്രമുഖരായിട്ടുള്ള ഓങ്കോളജിസ്റ്റിനെ വെച്ച് ഒരു ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് അവയർനെസ് പ്രോഗ്രാം നടത്തി. 7 മണിക്ക് തുടങ്ങി 8 മണിക്ക് തീരുക എന്നൊരു ദൗത്യമായിരുന്നു. അത് കൃത്യമായിട്ട് തുടങ്ങാനും അത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അതൊരു വലിയൊരു നേട്ടം തന്നെയാണ്. We move on from cancer control to cancer care. Care and patient support are areas that are multifaceted. A positive diagnosis of cancer can probably be a devastating one, and it is very difficult for anyone to come to terms with it, both physically and emotionally. Treatments that require complete change of lifestyles, often with unpleasant and tiring, sometimes painful side effects, are part of cancer care. A body that is new to such treatment may need a great deal of help and support. It is definitely needed from the family, but it will help if an agency is there that can be some support to them. There would also be the urgent need for emotional support and counseling. NGOs can be a very effective in providing caregivers, among other things. ഞങ്ങൾ ഈ കെയർ ഗിവറുടെ ഞങ്ങളൊരു രൂപം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണത്തോടു കൂടി അത് നമുക്ക് ഉടൻ തന്നെ ആരംഭിക്കാൻ നമുക്ക് കഴിയും. അത് coming to the palliation, it is a side of the treatment that seeks to lessen the sufferings of the patients. While medical focus is always on the illness, formerly very little thought was given to the suffering that comes with the treatment. However, over the last few years, palliation has become a vital word in medical litany, and it literally means the measures employed to lessen the pains, discomforts, mental tribulations, and fears that come with the illness and its treatment. Another related area that is very new in India is hospice. അതിവിടെ തുടങ്ങിയിട്ടില്ല. അത് the care of permanently or terminally ill people. This is an area that requires very delicate handling and people who are very well trained in it. Swasti is currently in the process of entering this very humane arena and hope to be active within a year with an anti-hospice unit. ബാക്കി നമ്മുടെ MP ഇരിക്കുന്നത് കൂടുതൽ ഇംഗ്ലീഷ് ഞാൻ പറയുന്നില്ല. നമുക്കുണ്ടായ ഒരു അനുഭവം നമുക്ക് തുറന്നു പറഞ്ഞാൽ ഞങ്ങള് നമ്മുടെ ബഹുമാനപ്പെട്ട കൊടിയേരി വാഴ സാർ ഇരിപ്പുണ്ട്. അദ്ദേഹം ഇരിക്കുമ്പോൾ തുറന്ന ഒരു കാര്യം ഞങ്ങൾക്ക് രക്ഷ എന്നുകൊണ്ട് കേരളത്തിലെ പോലീസുകാർക്ക് സൗജന്യമായി ക്യാൻസർ സ്ക്രീനിങ് ഞങ്ങൾ ചെയ്യുകയുണ്ടായി. തിരുവനന്തപുരത്ത് അത് ഗംഭീരമായിട്ട് പോവുകയും എല്ലാവർക്കും അത് പ്രയോജനകരമായി വർദ്ധിക്കുകയുണ്ടായി. ഒരു പോസ്റ്റ് ഓഫ് ടോക്കാണ് ഒരു ഫാമിലി ഗാർഡനില്. അത് കഴിഞ്ഞ് എറണാകുളത്തുള്ള ഇതിലെ ആശ്രമ മെഡിസിറ്റിയുമായിട്ടായിരുന്നു നമ്മൾ ടൈപ്പ് ചെയ്തിരുന്നത്. അവിടെ നമ്മൾ പോയി 10,000 പോലീസുകാരെ അവിടെ കൊണ്ടുവന്നു, സ്ക്രീനിങ് തുടങ്ങി. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പ്രതിപാദിക്കാൻ വളരെ ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ബുദ്ധിപൂർവ്വം ഇടപെട്ട് അവിടെ നിർത്തി വെച്ചിട്ട് ഇവരെ മുഴുവൻ തിരിച്ച് അവിടുന്ന് കൊണ്ടുപോയിട്ട് ഒരു പ്രൈവറ്റ് ഒരു ഹോസ്പിറ്റലിലെ ബ്ലഡ് ടെസ്റ്റും ബാക്കിയുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് 4 ദിവസം ചെയ്യുക. അത് കഴിഞ്ഞ് കോഴിക്കോട് ഇതേ ഞാൻ അനുഭവമായി. കാലിക്കറ്റിൽ നമ്മൾ പോയി, ഡോക്ടേഴ്സ് പോയി, എല്ലാം നിശ്ചയിച്ച് അവിടെ AR ക്യാമ്പിൽ നിന്ന് ബസ് ബുക്ക് ചെയ്ത് പോലീസ് വരാൻ തയ്യാറായിരുന്നു. പക്ഷെ പർട്ടിക്കുലർ ടൈം ഇതേ ഉദ്യോഗസ്ഥൻ ഇടപെട്ട് അവിടുത്തെ SP കൊണ്ട് ചെയ്യിച്ചു. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു വന്ന വേറൊന്നുമല്ല, നമ്മൾ ഒരു മാർക്കറ്റിംഗ് ഒരു ആംഗിളിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഒരു വൻ പരാജയമായിരിക്കും. 1. 2, ഈ മീഡിയ ഇപ്പം മർക്കോസ് സാറും വരുമെന്ന് പറഞ്ഞ് കണ്ടില്ല. മീഡിയ എനിക്ക് പറയുകയാണെങ്കിൽ മീഡിയ പോലും മാർക്കറ്റിംഗ് ആംഗിളിലേക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു നമ്മളോട് കുറ്റം എന്ന് പറയുന്നത്. ഈവൻ ഇപ്പം നടന്ന വലിയൊരു ക്യാൻസറിൻ്റെ, ഞാൻ പേര് പറയുന്നില്ല, ഒരു ചാനല് അത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ വന്നിട്ടുള്ളത് മുഴുവൻ അതിൻ്റെ സ്പോൺസറുടെ പ്രസംഗവും സെലിബ്രിറ്റിയുടെ പ്രസംഗവും. ഒരു ഡോക്ടറുടെ പ്രസംഗം പോലും നമ്മൾ അതിനകത്ത് കാണാൻ ഡോക്ടറേറ്റിയോ പോലീസോ നമുക്കത് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാനിത് പറഞ്ഞു വന്നെന്ന് വെച്ചാൽ ഒരു NGO കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായം, ഗവൺമെന്റ് കൊടിയേരി വാഴ സാർക്ക് ഇതിൽ ഇൻട്രസ്റ്റ് എടുത്ത് ഗവൺമെന്റിനെ കൊണ്ട് ഈ NGOസിനെ എല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് നമ്മൾ ഈ ക്യാൻസർ വിമുക്ത കേരളത്തിനായി ഒരു പടപ്പുറപ്പാട് നമ്മൾ തുടങ്ങണം.
അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പ് നമ്മൾ നടത്തണം. അപ്പോൾ അങ്ങനെ നടത്താൻ ട്രിവാൻഡ്രം ഓങ്കോളജി ക്ലബ്ബിൽ ഇവരുടെയൊക്കെ സഹായത്തോടുകൂടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്യുവാൻ കഴിയും. അതുകൊണ്ട് എനിക്കൊരു അഭിപ്രായമുള്ളത്, ഈ 10ാമത് ഈ കോൺഫറൻസ് കഴിയുമ്പോൾ ഒരു ക്യാൻസർ വിമുക്ത കേരളത്തിന് വേണ്ടിയുള്ള ഒരു വലിയ സ്ലോഗനായിരിക്കണം ഇവിടുന്ന് തുടങ്ങേണ്ടത്. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് ഡോക്ടർ ചന്ദ്രമോഹനും ഡോക്ടർ ബാബുമന്ത്രി സാറ്, ഡോക്ടർ ബോബൻ തോമസ്, ഡോക്ടർ രാംദാസ് സാറ്, ഡോക്ടർ മീര അടക്കം, ഡോക്ടർ ജോൺ മണിക്കൻ സാർ അടക്കമുള്ള മുഴുവൻ ഡോക്ടർമാരോടും എനിക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. കഴിഞ്ഞ സ്നേഹദാനം ക്യാമ്പ്സ് ഇത്രയും കൊണ്ടുപോയി, ഇനി ഞങ്ങളത് റീഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തട്ടെ. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ഈ ഒരു സെഷൻ തീർച്ചയായും ഔദ്യോഗിക നടപടികൾക്ക് ശേഷം നമ്മൾ പുനരാരംഭിക്കുന്നതാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു. സമസ്ത ലോകത്തിനും സുഖം ഭവിക്കട്ടെ. ഏവർക്കും ട്രിവാൻഡ്രം ഓൺകോളജി ക്ലബിന്റെ 10ാം വാർഷികാഘോഷവേളയിലേക്ക് സ്വാഗതം. നാം ഔപചാരിക നടപടികളിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് തന്നെ എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ PG ജയപ്രകാശ് അവർ, തിരുവനന്തപുരം ഓൺകോളജി ക്ലബ് പ്രസിഡന്റ്. അധ്യക്ഷപദം അലങ്കരിക്കുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അവർ, ആദരണീയരായ MP ഡോക്ടർ ശശി തരൂർ അവർ, ഡോക്ടർ ബോബൻ തോമസ് അവർ, ഫെലിസിറ്റേഷൻ നൽകുന്ന റവറൻഡ് ഫാദർ ഡോക്ടർ ബിനോ കുന്നത്ത് അവർ, സ്നേഹാദരവ് നൽകുന്ന ഡോക്ടർ ചന്ദ്രമോഹനൻ അവർ, കൃതജ്ഞത അർപ്പിക്കുന്ന ഡോക്ടർ ബോബൻ തോമസ് അവർ, എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും സ്നേഹാദരവോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഔദ്യോഗിക നടപടികളിലേക്ക് കടക്കുകയാണ്. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ ഈ സുന്ദരമായ സായാഹ്നത്തിൽ നാം ഏവരും ഒത്തുചേർന്നിരിക്കുന്നത് ട്രിവാൻഡ്രം ഓൺകോളജി ക്ലബിന്റെ 10ാം വാർഷികാഘോഷവേളയിലേക്കാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ഓർക്കാനും അഭിമാനിക്കാനുമൊക്കെ ഒരുപാട് തന്നെയുള്ള ഈ ഒരു എളിയ സംരംഭമായി ആരംഭിച്ചിട്ട് ഇന്ന് ഒട്ടനവധി കാര്യങ്ങളാണ് ആതുര സേവന മേഖലയിൽ ആയാലും അതുപോലെ തന്നെ ക്യാൻസർ രംഗത്തായാലും മികച്ച സംഭാവനകൾ നൽകിക്കൊണ്ട് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഏറ്റവും മികച്ച സംഘടനയായി TOC പ്രവർത്തനം ആരംഭിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ പറയുവാനുമുണ്ട്, അറിയുവാനുമുണ്ട്. ഇനി ലെറ്റ്സ് ഹാവ് എ ലുക്ക് വീഡിയോ വാൾ. നമുക്കൊരു ചെറിയ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ തുടങ്ങാം. Years ago, when the motley group of young oncologists gathered together, any onlooker would have seen it as a social gathering of peers. They were shielded from the glare by a giant shadow, and many in the grouping was unsure where this was headed. Today, a decade later, we stand tall, ready to be judged for what we have to show for a decade of togetherness. Trivandrum Oncology Club took shape 10 years ago under the guidance and leadership of Dr. M. Krishnan Nair. It has hence evolved as more of an academic grouping than a social gathering. The need to reach out rather than have stricken people come to us was impressed on our minds from day one. It is definitely the social obligation of doctors to reach the patients, especially cancer doctors.
The Snehathon camps, in association with Swasti Foundation, was one of our premier missions, where we went out to hunt down cancer rather than waiting for it to strike. Nearly 250,000 people were screened by our committed team of oncologists who invested their well-deserved off time for cancer detection with great success. The monthly talks and webinars with academic luminaries and researchers in the field of cancer was a give and take of the latest in cancer care and cure. The well-preserved record of these meets are a treasure trove of knowledge, theory and practice of the advancements in cancer detection, care and post-care. Even the pandemic did not hold us back, and the Matruspandam webinar series on breast cancer in the month of October 2021 was a hugely attended affair, with some of the very best oncologists making valuable contributions to the public knowledge on breast cancer. We have always been fortunate in our associations too, with socially committed organizations like Indian Medical Association, Swasti Foundation, LHCP, and media houses like Manorama and Vanida lending a helping hand. At the 10th anniversary, we have much to show for our activities. No one's likely to mistake this as a social gathering. Trivandrum Oncology Club proudly marches on into tomorrow with promises of a crusade against the terror of cancer. ആരോഗ്യമുള്ള സമൂഹമാണ് നല്ല നാടിന്റെ നട്ടെല്ല് എന്ന മഹത്തരമായ ആശയത്തിനു വേണ്ടി അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിക്കുന്ന ട്രിവാൻഡ്രം ഓൺകോളജി ക്ലബിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഈ മഹനീയ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് സംസാരിക്കുന്നതിലേക്കായി ആദരണീയനായ TOC പ്രസിഡന്റും മുൻ HODയുമായ റേഡിയേഷൻ ഓൺകോളജി സെന്റർ മുൻ HODയുമായ ഡോക്ടർ PG ജയപ്രകാശ് അവരുടെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. Respected Member of Parliament, Sri Tharoor sir, Sri Kodiyeri Balakrishan sir, Owen Thomas, the dignitaries on and off the day. First of all, a very good evening to all of you and welcome to this 10th annual meeting of the Trivandrum Oncology Club. The Trivandrum Oncology Club was started the leadership and guidance of late Padma Shri Dr. M. Krishnan Nair, the founder director of Regional Cancer Center. He was the main source of encouragement, guidance and advice in all our activities in the so far. His unexpected demise on the 28th of October this month is a great loss to the oncology community, particularly to the Trivandrum Oncology Club. On this occasion, let me place my sincere homage to the departed soul and pray his soul rest in peace. I am sure his vision will continue to guide us in our future activities. Every year, the annual meeting focuses on a very specific area in oncology practice. This time, the focus is on information technology. The explosion in information technology of how much
we can use the information technology and the giants in information technology to the advantage of cancer care and control activities. Let me go to the assigned responsibility of welcoming the audience. Dr. Shashi Tharoor is not is known to this audience earlier. He had been here earlier also in one of our annual conferences. The diplomat turned politician. He is an excellent orator and his speeches are well known. On behalf of the Trivandrum Oncology Club and on my own behalf, I extend to you, sir, a very warm and hearty welcome. Sri Kodiyeri Balakrishan, sir, the leader of the present ruling front. He has fully recovered from the brief period of illness and he is back to full-fledged political activity. And he has been kind enough to accept our invitation to present for this meeting. On behalf of the Trivandrum Oncology Club and all of us, I extend a very warm and hearty welcome to you, sir. Reverend Father Vinod Punath is the director of Caritas Hospital. Has joined us here to felicitate this function. On behalf of all of us, I extend a very warm welcome to you, sir. There is a long list of faculties and experts to lead the presentations and discussions. Dr. K.R. Jodhiraj, Principal Secretary to Government General Administration, Sri G. Vijayaraghavan, former CEO Technopark, Sri John and Thomas, CEO Information Technology Park, Sri Muhammad Safirullah, IAS, Project Director, eHealth, Government of Kerala, Sri Marcus Abraham of Malayalam Manarama, Sri S. Shekharan Nair of Madhubhumi, Sri Joseph C. Matthew, social media activist, Dr. Thomas Matthew, joined DME, Dr. John Panikkar, Indian Medical Association, Dr. Satishan, Director of Malabar Cancer Center, Dr. Ramdas De, Carpinos Healthcare, Sri Jacob Kunnus IPS, former DGP, Thomas John Muthoot, Sri Abil George Swati Foundation, and Sri Krishnananda Pai, Malabar Cancer Society. To each and every one of you, I extend my warm and hearty welcome to this meeting. Lastly, the audience, the members of the Trivandrum Oncology Club and the allied group and the NGOs, I welcome a very warm welcome to each and every one of you. Thank you. വാക്കുകൾക്ക് നന്ദി അറിയിക്കുന്നു. ഈ ശ്ലാഘനീയ വേളയിൽ അധ്യക്ഷപദം അലങ്കരിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നതിനായി ഭരണപക്ഷത്തെ അനിഷേധ്യ നേതാവും ദശലക്ഷക്കണക്കിന് ആളുകളുടെ പിന്തുണയുമുള്ള ആദരണീയനായ നേതാവും ദരിദ്രരുടെയും അധസ്ഥിതരുടെയും ക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന മഹത്തായ ലക്ഷ്യത്തിൽ പ്രതിജ്ഞാബദ്ധനായ വ്യക്തി, ദേശാഭിമാനി പത്രാധിപർ സഖാവ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അവർകളാണ്. നിയുക്ത CPM സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേറ്റ അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ബഹുമാന പുരസ്സരം അധ്യക്ഷ പ്രസംഗത്തിനായി സ്വാഗതം ചെയ്യുന്നു. പ്രിയങ്കരനായ വിശിഷ്ട അതിഥി ഡോക്ടർ ശശി തരൂർ MP, ഡോക്ടർ PG ജയപ്രകാശ്
Dr. Morgan Thomas, Reverend Father Dr. Vinu Kumar, Dr. Chandra Mohan, Dr. Morgan Thomas, മറ്റ് ഡോക്ടർമാരെ, ഓങ്കോളജി ക്ലബിൻ്റെ ഭാരവാഹികളെ, സഹോദരി സഹോദരന്മാരെ, ഡോക്ടർ മോഹൻ തോമസ് രചിച്ച ഒരു പുസ്തകം അർബുദം അതിനും അപ്പുറം എന്ന ഇതൊരു പ്രസിദ്ധീകരണ ചടങ്ങ് കൂടിയാണ്. ട്രിവാൻഡ്രം ഓങ്കോളജി ക്ലബ്ബ് ക്യാൻസർ വിമുക്ത കേരളം എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ധാരാളം പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി NGOs, മാധ്യമങ്ങൾ, ഇവരെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് വിവിധ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ഓങ്കോളജി ക്ലബ് ശ്രമിക്കുമെന്നത് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ക്യാൻസർ രോഗബാധിതരുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. ആർക്ക് ക്യാൻസർ വരും എന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാൻ സാധിക്കില്ല. ആരോഗ്യ നിലനിർത്തലായി നടക്കുന്ന ആളുകൾ പെട്ടെന്ന് രോഗബാധിതരായി മാറുന്നു. അവരുടെ ആരോഗ്യം മുഴുവൻ ക്ഷയിക്കും. നേരത്തെ കണ്ട ആളല്ല പിന്നെ അദ്ദേഹത്തിന് രൂപം. ക്യാൻസർ ആശുപത്രികളിൽ പോയി അവിടുത്തെ രോഗികളെ കണ്ടാൽ മനുഷ്യർ ഇത്രയല്ലേ ഉള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും തോന്നും. തലശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന മലബാർ ക്യാൻസർ സെന്ററിൽ അവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പലപ്പോഴും സന്ദർശിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പോയ സമയത്തെല്ലാം വളരെയേറെ ദുഃഖം ഓരോരുത്തരുമായി പങ്കുവെക്കേണ്ടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. കൊച്ചു കുട്ടികൾ വരെ ക്യാൻസർ രോഗത്തിന് അടിമപ്പെടുന്ന ഒരവസ്ഥയാണ് നാം കാണുന്നത്. ഈ സന്ദർഭത്തിൽ ക്യാൻസർ വിമുക്ത കേരളം എന്നുള്ള ലക്ഷ്യം നമുക്ക് എപ്പോൾ സാധ്യമാകും? ഇത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. അതിന് ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. മാത്രമല്ല, ക്യാൻസർ രോഗബാധിതരായ ആളുകൾക്ക് വരുന്ന ചെലവ് പല കുടുംബത്തിനും താങ്ങാൻ സാധിക്കുകയില്ല. മരുന്നിന്റെ വില വർദ്ധിക്കുന്നു. മറ്റ് ചികിത്സാ സംവിധാനത്തിനുള്ള ചെലവുകൾ വളരെ ഭാരിച്ചതാണ്. ഇങ്ങനെയെല്ലാമുള്ള ഒരു പ്രത്യേക അവസ്ഥയിൽ ഒരു വീട്ടിലൊരു ക്യാൻസർ രോഗി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുടുംബം ദുഃഖിക്കുന്ന അവസ്ഥയാണുള്ളത്. ആ രോഗബാധിതന് മാത്രമല്ല, കുടുംബത്തിനാകെ ഈ രോഗിയെക്കുറിച്ച് ആലോചിക്കുകയും ഭാവി എന്താണെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന അവസ്ഥ പലപ്പോഴും വന്നിരിക്കുന്നു. എന്നാൽ ഇന്ന് ക്യാൻസർ രോഗം ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ കഴിയുന്ന രോഗങ്ങളിൽ ഒന്നാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ഈ മേഖലയിൽ നാം നടത്തുന്ന ബോധവൽക്കരണം വഴി അത്തരത്തിലുള്ള ഒരു മനോഭാവം വളർന്നു വരുന്നുണ്ട് എന്നത് ആശ്വാസകരമാണ്. പലരും രോഗബാധിതരായ ആളുകൾ ഇക്കാര്യം തുറന്നു പറയാറില്ല. യഥാർത്ഥത്തിൽ ഞാൻ ഒരു ക്യാൻസർ രോഗബാധിതരാണ്. 2 വർഷം മുമ്പാണ് എൻ്റെ ശരീരത്തിൽ ഇങ്ങനെയുള്ള ഒരു രോഗം പിടികൂടിയെന്ന് തിരിച്ചറിയാൻ സാധിച്ചത്. അതും വളരെ അവിചാരിതമായി ഒരു ഡയബറ്റിക് സെന്ററിൽ, ഡോക്ടർ ജ്യോതിദേവിന്റെ ഡയബറ്റിക് സെന്ററിൽ സാധാരണ ഡയബറ്റിക് പരിശോധനയ്ക്ക് പോകുന്ന കൂട്ടത്തിൽ പോയപ്പോഴാണ് അദ്ദേഹം ഒന്ന് രക്തം പരിശോധിച്ച് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി നമുക്ക് കണ്ടെത്താമല്ലോ
എന്ന് പറഞ്ഞ് രക്തം എടുത്ത് പരിശോധിക്കാൻ തയ്യാറായി. എൻ്റെ കൂടെ അന്ന് എൻ്റെ ഭാര്യ വിനോദിനി കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഇത് കേട്ടപ്പോൾ ഡോക്ടറിന്റെ പറഞ്ഞു ക്യാൻസർ ഉണ്ടെങ്കിൽ പോലും ഇത് കണ്ടെത്തും എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നിങ്ങളൊന്ന് നോക്കൂ എന്ന് പറഞ്ഞപ്പോഴാണ് രക്തപരിശോധന നടത്തുന്നത്. പിന്നീടാണ് അദ്ദേഹത്തിന് ഒരു സംശയം വന്ന് ഒരു വിദഗ്ധ പരിശോധന നടത്തണമെന്ന് നിർദ്ദേശിച്ച് സ്കാൻ ചെയ്ത് നോക്കുന്നത്. സ്കാൻ ചെയ്ത് നോക്കുമ്പോഴാണ് എൻ്റെ പാൻക്രിയാസിനെ ഈ രോഗം ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഒരു വിദഗ്ധമായ പരിശോധന നടത്തണമെന്നുള്ളത് കൊണ്ട് മറ്റ് സ്ഥലങ്ങളിൽ പരിശോധനയ്ക്ക് വേണ്ടി പോവുകയും ഈ രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു. അതിനുശേഷം പാൻക്രിയാസ് അതിനെ ശസ്ത്രക്രിയ ചെയ്ത് ഒരു ഭാഗം മുറിച്ചു കളഞ്ഞു. അതിൻ്റെ ഭാഗമായി എൻ്റെ രോഗത്തിന് വലിയ മാറ്റമുണ്ടായി. പിന്നെ കീമോ തെറാപ്പിയൊക്കെ ചെയ്ത് ചികിത്സ 2 വർഷക്കാലമായി തുടരുകയായി. ഇപ്പോൾ ഡോക്ടർ ബോബൻ തോമസിന്റെ ചികിത്സയിലാണ് ഇപ്പം ഞാനുള്ളത്. നേരത്തെ ഡോക്ടർ അജുമാത്ത് നോക്കിയിരുന്നു. ഹൂസ്റ്റണിലുള്ള MD ആൻഡേഴ്സൺ ആശുപത്രിയിലെ ഡോക്ടർമാരാണ് മറ്റ് വിദഗ്ധമായ പരിശോധനയൊക്കെ നടത്തിയിരുന്നത്. പക്ഷെ ഈ കാര്യം ആരോട് പറയുന്നതിൽ ഞാനൊരു മടി കാണിച്ചിട്ടില്ല. ഇങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലാക്കി അതിനെ ചികിത്സിക്കുക എന്നതാണ് വഴിയെന്ന് തിരിച്ചറിയുകയാണ് ചെയ്തത്. ഇത്തരത്തിലുള്ള രോഗം ബാധിച്ച ആളുകൾക്ക് വരുന്ന ചികിത്സാ ചെലവിന്റെ കാര്യം എനിക്ക് എൻ്റെ അനുഭവത്തിൽ കൂടി തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് അങ്ങനെയുള്ള രോഗബാധിതരുടെ ചികിത്സാ ചെലവ് ഗവൺമെന്റുകൾ ഏറ്റെടുക്കുന്ന വിധത്തിൽ ആവശ്യമായ ചില ഇടപെടൽ അത്യന്താപേക്ഷിതമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നടത്തുന്ന ചില ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് ഗവൺമെന്റിന്റെ സഹായം ഉണ്ടാവണം. അത് ഗവൺമെന്റ് തന്നെ മുൻകൈയെടുത്ത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു വിപുലമായ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കണം. ക്യാൻസർ നേരത്തെ കണ്ടുപിടിച്ചാൽ രോഗിയെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ് അനുഭവം. ഡോക്ടർ ബോബൻ തോമസ് എഴുതിയ പുസ്തകത്തിൽ ഇത് സംബന്ധിച്ചുള്ള നാനാവശങ്ങൾ അദ്ദേഹം അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ക്യാൻസർ രോഗം ബാധിച്ച് മരിച്ചവർ, അദ്ദേഹത്തിന്റെ വിലപ്പെട്ട കുടുംബത്തിലെ വിവിധ തൂണുകളാണ് നഷ്ടപ്പെട്ടു പോയത്. അവർക്ക് വേണ്ടി, ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് തന്റെ കുടുംബത്തിലുണ്ടായിട്ടുള്ള ഈ ദുരന്തമാണ് എന്ന് അത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ക്യാൻസർ രോഗബാധിതരായവരും അവരുടെ കുടുംബാംഗങ്ങളും അവശ്യം വായിച്ചിരിക്കേണ്ടത് ഒരു പുസ്തകമാണ് അർബുദം അറിഞ്ഞതിനും അപ്പുറം എന്നുള്ള ഈ കൃതി എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അതൊരു ബോധവൽക്കരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ്. ക്യാൻസർ രോഗം ബാധിച്ചവർക്ക് മാത്രമല്ല, സമൂഹത്തിൽ തന്നെ ഇത് കൂടുതൽ പ്രചരണത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കണം. ഇന്നിപ്പോ രോഗം ഇല്ലാത്തവർ എന്ന് കരുതുന്നത് നമ്മൾ തന്നെയായിരിക്കും നാളെ വേറൊരു പരിശോധനയിൽ രോഗം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു മാരകമായ ഒരു രോഗം എന്നുള്ളതില്ല ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെ അതിൽ ബോധവൽക്കരണവും ചികിത്സയും ഒക്കെ നടത്തുക എന്നുള്ളതിലേക്ക് സമൂഹത്തെ കൊണ്ടുപോയി എത്തിക്കണം. ഇന്നത്തെ ക്യാൻസർ ആശുപത്രികളുടെ ചികിത്സാ സംവിധാനം വളരെ അപര്യാപ്തമാണ്. എത്ര രോഗികളാണ് അവിടെ കിടക്കേണ്ടി വരുന്നത്? കീമോതെറാപ്പി തന്നെ ചെയ്യണമെങ്കിൽ ക്യൂ നിൽക്കേണ്ടുന്ന അവസ്ഥ പല സ്ഥലത്തും ഉണ്ട്. പലപ്പോഴും അത്തരം ആശുപത്രികൾ വിളിച്ച് ശുപാർശ ചെയ്യേണ്ടുന്ന സ്ഥിതിയാണ് ഞങ്ങൾക്കൊക്കെ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഈ സംവിധാനം കുറെ കൂടി സർക്കാർ തലത്തിൽ തന്നെ വിപുലീകരിക്കണം. സൗജന്യമായ ചികിത്സയും അതിന് ചികിത്സക്ക് ആവശ്യമായി വരുന്ന ചെലവും പൂർണ്ണമായി സർക്കാർ സംവിധാനം വഴി നിർവഹിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അതിനാവശ്യമായ ഇടപെടലും മറ്റും നടത്താൻ ഓങ്കോളജി ക്ലബിന്റെ ഈ പ്രവർത്തനം വളരെയധികം സഹായകരമാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇത്തരം ഒരു പുസ്തകം രചിച്ച ഡോക്ടർ ബോബൻ തോമസിനെ ഞാൻ പ്രത്യേകം അനുമോദിക്കുകയാണ്.
ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിച്ച് ഇവിടെ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ അവസരമൊരുക്കിയിട്ടുള്ള ഓങ്കോളജി ക്ലബിനും എൻ്റെ അഭിവാദനങ്ങൾ ഞാൻ അർപ്പിക്കുന്നു. ഇവിടെ ഈ പുസ്തകം റിലീസ് ചെയ്തുകൊണ്ട് വിലപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ സംസാരിക്കാൻ കഴിവുള്ള നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പ്രഗത്ഭനായ വ്യക്തി ഡോക്ടർ ശശി തരൂർ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. അദ്ദേഹത്തിന് രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിനുള്ള അറിവും മറ്റു മേഖലകളിലേക്കൊന്നും തന്നെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് അത്തരം കാര്യങ്ങളെല്ലാം നമ്മളുമായി പങ്കുവെക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുക. മഹത്തരമായ വാക്കുകൾക്ക് ആദരപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അവരുടെ ധർമ്മപത്നി ശ്രീമതി SR വിനോദിനി അവരുടെ മഹനീയ സാന്നിധ്യത്തിലും നന്ദി അറിയിക്കുന്നു. ഈ മഹനീയ ചടങ്ങിൽ ഉദ്ഘാടന വേളയിലേക്ക് കടക്കുകയാണ്. ലോകമെമ്പാടും തിരിച്ചറിയുന്ന മുഖം, ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇന്ത്യയുടെ ശബ്ദം മുഴക്കിയ വ്യക്തി, ചുറ്റുമുള്ള ബാലിശമായ ഭാഷണങ്ങൾക്കിടയിലെ യുക്തിഭദ്രമായ ശബ്ദം, നമ്മുടെ സ്വന്തം പാർലമെന്റ് അംഗം ആദരണീയനായ ഡോക്ടർ ശശി തരൂർ അവർകളെ തിരുവനന്തപുരം ഓൺകോളജി ക്ലബിന്റെ 10ാം വാർഷിക ആഘോഷവേള ഉദ്ഘാടനം ചെയ്യുന്നതിനും ഡോക്ടർ ബോബൻ തോമസ് അവരുടെ പുസ്തക പ്രകാശനം നിർവഹിക്കുന്നതിനും ബഹുമാന പുരസ്സരം സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതിനു ശേഷം നമ്മോടൊപ്പം സംസാരിക്കുന്നതായിരിക്കും. മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെയും നിലവിളക്ക് കൊളുത്തൽ കർമ്മത്തിലേക്കായി സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മളെല്ലാം ആദരിക്കുന്ന നമ്മുടെ അധ്യക്ഷൻ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, ട്രിവാൻഡ്രം ഓങ്കോളജി ക്ലബിൻ്റെ പ്രസിഡന്റായ ഡോക്ടർ ജയപ്രകാശ്, ഫാദർ ബിനു കുന്നത്ത്, ഡോക്ടർ ബോബൻ തോമസ്, ഡോക്ടർ ചന്ദ്രമോഹൻ, ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെ, ഈ സെമിനാറിൽ സംസാരിക്കാൻ പോകുന്ന സ്പീക്കേഴ്സ്, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എന്നോട് പ്രത്യേകിച്ച് ട്രിവാൻഡ്രം ഓങ്കോളജി ക്ലബ് ആവശ്യപ്പെട്ടത് ഇംഗ്ലീഷിൽ സംസാരിക്കാനാണ്. അങ്ങനെ അനുവാദത്തോടെ ഞാൻ രണ്ട് വാക്ക് ഇംഗ്ലീഷിൽ പറയട്ടെ. It really is a pleasure to be with you once again, this time on the occasion of the 10th anniversary of the distinguished Trivandrum Oncology Club. I was here earlier, as you saw from one of the photographs, one of the slides in the film. I've inaugurated an earlier annual gathering, but the 10th is a very special occasion, and your Trivandrum Oncology Club has, in the course of this last decade, earned a very well-deserved reputation of being one of our nation's foremost professional oncologist associations. But equally, it has been heartening to note how this organization has not restricted itself merely to social and networking events as was initially expected 10 years ago. Instead, we must appreciate the special emphasis
the club is placed on social service and the manner in which you've all worked to utilize the expertise of your membership for the benefit of people across southern Kerala. Whether it's to the many awareness campaigns you've undertaken, or the health camps dedicated to the socially disadvantaged, or even through the various seminar and research-related programs that you have organized to further expand and refine our understanding of cancer and its treatment. Now, if at all I even needed to discuss and say anything about the scale of the challenge posed by cancer, I think I could have immediately shut up after hearing the very powerful and moving remarks of Sri Kodiyeri Balakrishnan. He is a fighter, and I think we admire him not just because he is a cancer survivor, but because he has not let his illness define him or come in the way of his many activities and his hard work. അദ്ദേഹത്തിന് രാഷ്ട്രമുണ്ട്, പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. എന്നാലും അദ്ദേഹം ചെയ്ത ഓരോരോ കാര്യം എനിക്ക് പ്രത്യേകിച്ച് വലിയൊരു അഡ്മിറേഷനാണ്. ഒരു രഹസ്യമെന്ന് പറഞ്ഞതാണ് പിന്നെ വിരോധമുണ്ടാവില്ല. ഇന്നും കൂടി അദ്ദേഹം കീമോതെറാപ്പി ട്രീറ്റ്മെന്റ് എടുത്തിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. What a fighter he is, I think he deserves our respect. Going back to English, I must say that this is nonetheless, despite individual stories like Mr. Kodiyeri Balakrishnan, it is a serious public health crisis. And as a policy person, somebody who thinks about public policy as my profession, if you like, I genuinely believe that we have a particular challenge in the state of Kerala and also for India as a whole, but particularly Kerala. Now, many of you oncologists are certainly familiar with the famous or notorious article in 2016 in the British medical journal, The Lancet, which pointed out that Kerala had earned the unwanted reputation of being home to the largest number of cancer incidences among states in the country, closely followed by Mizoram, Haryana and Delhi, but Kerala, sadly, is number one. In fact, our numbers were substantively larger than the national estimates for the year. And that year, 2016, we had 135.3 per 1 lakh people, compared to the national 106.6 per 1 lakh people. So, for every 1 lakh in population, you have 135 diagnosed cases of cancer. Now, that's a very serious thing, because we also know, and Dr. Boban Thomas's excellent book makes the same point, that very often cancer is not diagnosed at all, or is sometimes diagnosed too late to do anything about it. Even more worryingly, therefore, our state, Kerala, has witnessed the largest number of mortalities per head of population compared to any of our counterparts. So we may say that Mizoram and Haryana and Delhi are not far behind, but in terms of not just incidence, but mortality, we are way ahead. Now, I remember raising a question in Parliament a couple of years ago, when the then Minister for Health and Family Welfare had pointed out that Uttar Pradesh, Bihar and Maharashtra have the highest incidences of cancer cases, as per estimates provided by the National Cancer Registry Program of the Indian Council of Medical Research. But it turned out that Kerala, not being in the top slot, was not due to a significant reduction in cases, but merely because in those states that year there had been a sad increase in the number of cases. Now, these high incidences of cancer across the country, and particularly in Kerala, is really at odds with what we all celebrate as the successful development trajectory of the state. Across the world, there's been growing admiration for the Kerala model of development, which has been definitely driven by consistently impressive performances on most socioeconomic parameters, whichever party has been ruling. In addition to having the highest literacy rate of the country, we have also a declining birth rate, we have higher life expectancy. I'd like to think, and Mrs. Kodiyeri, I'm sure, will not contradict me, we have more empowered women, and a stronger welfare support for the poor and indigent and the marginalized.
our state perhaps uniquely offers universalized access to healthcare. And the medical information that's available to our public is also quite exceptional by Indian standards. One of the reasons that Kerala survived successive instances of virus outbreaks is because we have a well-prepared and dedicated medical infrastructure. Why then have we been unable to extend the same success story to our handling of cancer and its treatment? ഇതാണ് നമ്മളെല്ലാവരും മനസ്സിലൊരു പ്രശ്നം. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്ര നല്ലൊരു മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ സംസ്ഥാനത്തിൽ ക്യാൻസറിൽ മാത്രം ഇത്ര വലിയൊരു വീഴ്ച? We have really, policymakers have to think about this very seriously. Now there are three obvious and essential challenges we must contend with in order to develop a more sustainable and therefore more successful approach towards cancer care. I think we've already heard prevention of the disease is absolutely essential. Detection of the disease, obviously, if we are to successfully address the third challenge, which is the treatment of the disease. And finally, when and if we get to a stage where treatment doesn't work, then palliative care as well. There is one thing in which Kerala has been a leader in terms of national approaches to palliative care. But that too is a sad story, because palliative care is after you have admitted you can't do anything to save the life of the patient. We need to act earlier and soon. Now everyone understands how important it is to increase cancer awareness. I don't think we need to stress about that. We also know there are various stories about our own bad habits that contribute to the incidence of serious illnesses. Food, wrong kinds of food, the wrong kinds of alcohol, not exactly balanced diets, very sedentary lifestyle, not enough sort of exercise and physical activity. All of this, I don't want to keep repeating it. We say this in the context of diabetes, we say it in the context of blood pressure, we say it in the context of cancer as well. We also have ourselves to blame for where we are. And the truth is that that even where the person is aware, our tendency very often is to think that we can live as we please and pop a few pills to cope with the consequences. That doesn't actually work. The WHO has estimated that over 1/3 of all cancer cases in the world are caused by 5 main lifestyle-related factors. High body mass index, or being overweight, low fruit and vegetable intake, which should not be an issue in Kerala where everything grows so abundantly, lack of physical activity, consumption of tobacco, and of course, drinking large quantities of alcohol. And the fact is, in all these 5 items, I'm sorry to say that the majority of our fellow Malayalis would be found wanting by the doctors present here today. Now, I know we can't change people's lifestyle choices overnight, but I think the importance of public awareness becomes all the more essential in that context. And I certainly hope that we can increase through all the measures at our command, including, of course, through books like Boban Thomas's or personal experiences like Kodiyeri Balakrishna's. We can increase more public awareness amongst Keralites. We can also have changed lifestyles, and the same thing for other lifestyle-related illnesses, heart, diabetes, liver, and so on. Now then we get to the 2 other key issues of detection and treatment. It's a universally acknowledged fact that early detection through screening can help us to limit the impact and spread of cancer. But in Kerala, as again Dr. Boban Thomas's book makes it amply clear, there is no doubt that very many patients find out too late that they have a problem, and then it becomes an insurmountable challenge. I think in that sense, Kodiyeri Balakrishnan was a bit luckier that a checkup, a routine checkup in another field, led the doctor to identify that he had a potential problem in cancer, which then turned out to be real. Unfortunately, many of our folks don't do that. They don't even go for routine checkups, and the result is they miss out on finding this. One example is breast cancer, which Dr. Boban Thomas has written about. Another is cervical cancer. I have read widely that cervical cancer
is actually the most easily preventable cancer through screening, and of course treatments like HPV vaccinations. And yet, do you know that India accounts for over 20% of the global total of cervical cancer cases? That is truly, truly alarming. About 1 lakh of Indian women are diagnosed with cervical cancer every year, and 2 out of 3 of them eventually die. So we're losing 60,000 lives of mothers, sisters, workers, homemakers, providers for something that could have been screened routinely and early enough and solved. This is a truly depressing statistic. And I think the twin challenges of lack of awareness and perhaps not enough access to adequate healthcare screening form a deadly combination. I hope that Kerala can blaze the path forward, that as we improve publicly available healthcare and health facilities, that we can also definitely improve screening for preventable illnesses like cervical cancer. In the UK, for instance, I know the UK is a more developed country and so on, but an HPV vaccine is mandatory for any girl between 12 and 14. In India, there is so little awareness of even such a simple established method of treatment. There was this year a particular study that I've seen that looked at 1,500 women in the state of Haryana, 700 from urban areas, 800 from rural areas. And those from rural backgrounds had really no understanding of what cervical cancer was. 55% didn't know about it at all, 75% didn't even know about screening, 95% didn't know about the vaccine. Now that's the awareness challenge that we have. Now Haryana is Haryana, Kerala is Kerala. I would like to think we can do better in Kerala. Now part of the problem with expanding access to early screening is that much of the cancer-related programs and protocols that are in place have been limited to those being carried out by the government, including here in Kerala, but there are obviously limitations in what one state government can do alone, especially considering the already immense burden on our public health infrastructures, which, of course, are already reeling from 2 waves of the COVID-19 pandemic. And then we do have funding limitations. I don't want to pretend that Kerala has cracked that particular aspect of it. We are doing much better than most states, but we don't have enough resources in public health either. And that's something that we can all collectively, as public-minded citizens, opinion shapers, leaders in society, we can make that point very clear. And then we come to treatment, which of course, for the majority of Indians is provided by the public health system. We have our own example in Thiruvananthapuram's RCC, which I am very proud of, which has a well-deserved reputation for providing world-class treatment at affordable costs. I had fought an unsuccessful battle to get it upgraded to an institute of national importance and get them more funding. But they have got a little more funding from the centre last year, and we will see what we can do to keep on expanding their capacity to address the problem. But since RCC gets patients not only from southern Kerala, but also from neighboring states, particularly southern Tamil Nadu and so on, they are definitely overburdened. There is a huge amount of pressure. And the sad thing is, world-class treatment at affordable cost is not available anywhere else. I mean, I know that there are private hospitals, including some of the doctors here work for, that have good reputations and are excellent, but charge a lot. So for the ordinary person, RCC is so important. And I have given whatever I could from my own MP funds and my own personal support. I have been there multiple times, and I was very pleased when some civic-minded organizations have also set up free hostels next to the RCC. So people coming from other parts of Kerala who cannot afford to live in Thiruvananthapuram while they're being treated, that they can stay for free in these hospitals, in these hostelries like the C.H. Momakoya Center and other such places. Now, I would argue that for us to expect the public sector to primarily shoulder the responsibility of cancer treatment is not sustainable. And I think to just deal with the growing incidence of cancer cases, everyone has to chip in. Public sector, private sector, NGOs, everyone. And I'm glad to see from
the program you have shown me, that you will hear everyone's voices during your program. That you have actually Karkinos talking about the private sector, you've got people coming and talking about NGOs and civil society, and George has spoken about that earlier. As an MP whose office deals with countless cases of requests for access to cancer treatment, I send whatever I can to the Prime Minister's National Fund. Only a handful actually get picked up, because coupled with the intensive and prolonged nature of the treatment required and the costs associated with that, makes it very difficult. And I can tell you from my own experience, I don't have any philanthropists here who can help, but sometimes I will get money from the Prime Minister's Fund for the actual surgery if it's in a government hospital. But once the surgery is over, continued treatment, medicines, and so on, are unsustainable for many patients, especially if the breadwinner is the one who's got the cancer. But then he is no longer able to work. Usually a he, could be a she as well. He's unable to work and earn an income, and yet has more expenses because of continuing medical treatment. And I think this is something we have heard a lot of rhetorical speeches about insurance protections and so on. The fact is, in my own experience of people coming to me in my constituency, I can tell you that we are not able to do enough for them. And so there are too many people who are falling through the net of our whatever little social security we have in our society. I believe we can make good inroads if we develop a new collaborative approach towards cancer diagnosis and treatment, an approach where the efforts of the government can be complemented and supported by the expertise and capabilities of our private sector. For most of the country, access to cancer treatment at private hospitals remains unaffordable. It's completely because of the prohibitive costs. In fact, I saw the 2017-18 National Sample Survey, particularly looked at the average total out-of-pocket cancer treatment costs. So the average out-of-pocket costs were 1.5 lakhs in a private establishment, but also 75,000 lakhs in a government hospital. So can you imagine? For many people, catching cancer is not just a sentence of death, it is a sentence of bankruptcy. They will often sell their homes, their assets, their roofs over their heads to be able to treat themselves. And the next generation will pay the price for our failure to provide truly universal health care in this generation. I have to say that this need not be the case if we can develop a new model that combines the strengths of the public and the private sector, including definitely doing much more cutting-edge research on treatments and protocols, working together to enhance the reach of early cancer detection screenings, or even collaborating on matters like raising awareness on ways to shore up our resilience against this disease. Such a PPP model for cancer treatment should not just look inwards, but should also harness the abundant talent pool that is present in our Marudaran Malayalis, our NRKs, our expatriate communities, many of whom have done very, very well in the medical profession in their respective countries. When I was working for the UN in America, many was the time I was invited to address annual gatherings of the Association of Kerala Medical Graduates. And believe me, they were usually in extremely lavish 5-star hotels with millionaire doctors crowding into a ballroom 10 times the size of this one. Why can't we tap them as well? I'm sure they'd be willing to help. We just need a framework, a platform to drag them in here. So I'm sure that if we can create such a comprehensive approach, involve them as well as our private sector, as well as whatever we can do from the taxpayers' money, then I think we will have a way of beating this problem. And Kerala can show the way. That's why I'm so happy that Kolluri Balakrishnan is here, because he can speak to his government, our government, which is also a government that he has more influence on than I have, to say that we need a more imaginative approach. You know, when COVID broke out, I read about a North Indian gentleman, he then contacted me, who was a cancer survivor, and who had chosen to resettle in Kerala. And I asked him why. I was very big. He's a North Indian, speaking a word of Malayalam, doesn't really know Kerala, didn't grow up here, didn't work here, nothing. He has chosen to. He said, because if I look at the healthcare infrastructure of all the states in India, Kerala is the place I would much rather risk being ill in.
Now, the irony is the one disease in which that is probably still not true is cancer. So let's get our act together. Let us see if we can improve what we can do in Kerala. And let us urge the government and the private sector to come together, sit across the table, work out such a model, address the challenges that inevitably arise. And there will be, of course, the moment you get these Malayali doctors, there will be people saying data privacy, if you get all this information about the patients that will go to America, all of that we have to protect, we have to avoid creating any problems. But together, I am confident that we can develop a collaborative process that can pave the way towards making Kerala, our state, once more, a trailblazer in the field of cancer prevention, treatment, and of course, cancer prevention, detection, and treatment. And then, yes, let's also keep up the palliative care. It's often said that at the end of the thing, it's not the days in your life that remain when you know your cancer cannot be cured, it's the life in your days. And that too, we can give people in Kerala a better life at the end of their innings. With those words, and with a great deal of admiration for all of you who are working so hard and so bravely in the front lines of fighting cancer, I'm proud to declare the Oncology Club inaugurated. അഭിരാജനായിട്ട് ഉദ്ഘാടനം ചെയ്തു. ഇനി ഡോക്ടർ ഗോവിന്ദ് പോളിന്റെ പുസ്തക പ്രകാശനം കൂടി ഇതിനൊപ്പം ചെയ്യാനാണ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? പുസ്തകമുണ്ടോ? തരും. Thank you so much, sir, for your valuable words. Now we all are witnessing some golden moments, isn't it? Yes. Now we move on to the book release function. And I would like to share some words about the author as well as the book. പ്രിയ സുഹൃത്തും ആദരണീയനുമായ ഡോക്ടർ ബോബൻ തോമസ് വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച ബഹുമുഖ പ്രതിഭയാണ്. തിരക്കേറിയ ഓങ്കോളജിസ്റ്റ്, യുവ ഡോക്ടർമാരുടെ പരിശീലകൻ, ഏറെ ശ്രദ്ധേയനായ സംരംഭകൻ എന്നീ നിലകളിൽ അറിയപ്പെടുന്ന ഇദ്ദേഹം അർബുദം അറിഞ്ഞതിനുമപ്പുറം എന്ന തന്റെ പുസ്തകത്തിന്റെ പ്രകാശനത്തിലൂടെ എഴുത്തുകാരൻ എന്ന നിലയിലും ശ്രദ്ധേയനാണ്. ക്യാൻസറിനെ കുറിച്ച് തനിക്കറിയാവുന്നതും അതിനപ്പുറവുമുള്ള കാര്യങ്ങളെ കുറിച്ച് ആഴത്തിലുള്ള വീക്ഷണമാണ് ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. പണ്ഡിതർക്കും സാധാരണക്കാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നതാണ് ഈ ഗ്രന്ഥം. Congrats and all the very best to the book, അർബുദം അറിഞ്ഞതിനുമപ്പുറം. Thank you so much. Let's have a look at the video wall. ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് കൂടിയുണ്ട്. ഞങ്ങളുടെ വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ കയ്യിൽ ആ ഒരു പുസ്തകം ഇരിക്കുന്ന ഒരു ഫോട്ടോ കൂടി എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഫോട്ടോ സെഷനാണ്.
താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഈ ഒരു മഹനീയ ചടങ്ങ് മറ്റൊരു സ്നേഹാദരവിന്റെ വേദി കൂടിയാവുകയാണ്. തീർച്ചയായും സ്നേഹത്തിന്റെയും ആദരവിന്റെയും നിമിഷങ്ങൾ തന്നെയാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. സ്നേഹാദരവിലേക്ക് കടക്കുകയാണ്. ആദ്യമായി തന്നെ ഈ ഒരു വേളയിൽ ഡോക്ടർ കെ ചന്ദ്രമോഹനൻ അവർക്ക് നമ്മുടെ ഒരു സ്നേഹാദരവ് നൽകാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് വാക്കുകൾ കൂടി പറയാതെ ഈ ഒരു സ്നേഹാദരവിലേക്ക് കടക്കുക എന്ന് പറയുന്നത് നമുക്ക് സാധിക്കാത്തൊരു കാര്യം തന്നെയാണ്. ഡോക്ടർ കെ ചന്ദ്രമോഹൻ, അദ്ദേഹം ഒരു വിദഗ്ധ ഡോക്ടറും ഓങ്കോളജിസ്റ്റും ഗവേഷകരുമാണ്. ഔദ്യോഗിക ജീവിതത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള അംഗീകാരങ്ങളും അവാർഡുകളും അതിന്റെ യഥാർത്ഥ സാക്ഷ്യങ്ങളാണ്. ഒരുപക്ഷെ ഏറ്റവും ഉത്സാഹിയായ പഠിതാവ് കൂടിയാണ് അദ്ദേഹം. ട്രിവാൻഡ്രം ഓങ്കോളജി ക്ലബിന്റെ നിലവിലെ പ്രസിഡന്റും RCC തിരുവനന്തപുരം അസോസിയേറ്റ് പ്രൊഫസറും നിരവധി പ്രൊഫഷണലുകൾക്കിടയിലെ ശ്രദ്ധേയനും സാമൂഹിക പ്രതിബദ്ധതയുള്ള വ്യക്തിയുമാണ്. നിലവിലെ പ്രവർത്തന മികവിനുള്ള അംഗീകാരമായി അദ്ദേഹത്തെ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് സർജിക്കൽ ഓങ്കോളജിസ്റ്റിന്റെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഒരു പൊന്നാട നൽകുന്നതിലേക്കായി ആദരണീയനായ MP ഡോക്ടർ ശശി തരൂർ അവരെ നിറഞ്ഞ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. പൊന്നാട സ്വീകരിക്കുന്നതിലേക്കായി സ്നേഹാദരവുകളോട് കൂടി സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ കെ ചന്ദ്രമോഹനൻ അവരെയും. നല്ലൊരു കൈയോടുകൂടി നമുക്ക് നമ്മുടെ സ്നേഹവും ആദരവും രേഖപ്പെടുത്താം. ബാലകൃഷ്ണൻ അവർക്കും ഒരു പൊന്നാട നൽകുകയാണ്. നിറഞ്ഞ സ്നേഹത്തോടെ നിമിഷത്തെയും നമുക്ക് വരവേൽക്കാം. ഇനി നാം ആദരവ് നൽകുന്നത് ആതുര സേവന രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച, ക്യാൻസർ രംഗത്ത് തങ്ങളുടേതായിട്ടുള്ള അർപ്പണ മനോഭാവത്തോടു കൂടി പ്രവർത്തിച്ച 9 NGO-കളെയാണ് ഞങ്ങളുടെ സ്നേഹവും ആദരവും നൽകി ആദരിക്കുന്നത്. ഈ ഒരു വേളയിൽ തീർച്ചയായും അവരെയും നമുക്ക് സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. ആദ്യമായി തന്നെ ട്രിവാൻഡ്രത്ത് നമുക്ക് ഇവർക്കും സുപരിചിതമായ സ്വസ്തി ഫൗണ്ടേഷന്റെ നൽകുന്ന ഒരു സ്നേഹാദരവാണ്. സ്നേഹാദരവ് സ്വീകരിക്കുന്നതിലേക്കായി ശ്രീ ജേക്കബ് പുനോസ് IPS നമ്മുടെ മുൻ DGPയെ ആദരവോടെ വളരെ ബഹുമാനത്തോടുകൂടി സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തോടൊപ്പം ശ്രീ എബി ജോർജ് അവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ സ്നേഹാദരവ് നൽകുന്നതിലേക്കായി നിറഞ്ഞ സ്നേഹത്തോടെ ബഹുമാന പുരസ്സരം സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ ശശി തരൂർ അവരെയും. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ മഹനീയ സാന്നിധ്യത്തെയും ഞങ്ങൾക്ക് ഈ ഒരു വേളയിൽ ധന്യമാക്കുന്നതിനായി സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്. മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി അതിന്റെ പ്രതിനിധി ശ്രീ കൃഷ്ണാനന്ദ പൈ അവരെ നിറഞ്ഞ സ്നേഹത്തോടെ ആദരവോടെ വേദിയിലേക്ക് സ്നേഹാദരവ് സ്വീകരിക്കുന്നതിലേക്കായി സ്വാഗതം ചെയ്യുന്നു. സ്നേഹാദരവ് നൽകുന്നതിലേക്കായി ഡോക്ടർ ശശി തരൂർ MP അവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ മഹനീയ സാന്നിധ്യത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് വേണ്ടി റവറൻഡ് ഫാദർ തോമസ് മുക്കാലപ്പുറത്ത് അവരെ സ്വാഗതം ചെയ്യുകയാണ്. മുകളംപുറത്ത് അവരെ സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ സ്നേഹത്തോടെ ആദരവോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. നല്ലൊരു കൈയടി കൊടുക്കാം നമുക്ക് നമ്മുടെ സ്നേഹത്തിന്റെ ആദരവിന്റെ സൂചനാർത്ഥം. ഡോക്ടർ ശശി തരൂർ MP അവർ നൽകുന്നു. നമ്മുടെ മറ്റ് വിശിഷ്ട അതിഥികളുടെ മഹനീയ സാന്നിധ്യത്തെയും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ജീവനം ക്യാൻസർ സൊസൈറ്റിക്ക് വേണ്ടി അതിന്റെ പ്രതിനിധി ബിജു തുണ്ടിൽ അവരെ സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹത്തിന്റെ ആദരവിന്റെ സൂചനാർത്ഥം ആദരണീയനായ MP ഡോക്ടർ ശശി തരൂർ അവർക്കാണ് ഇത് നൽകുന്നത്. മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ മഹനീയ സാന്നിധ്യത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സ്നേഹത്തിന്റെ ആദരവിന്റെ നിമിഷത്തെ നിറഞ്ഞ കൈയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. താങ്ക് യു സോ മച്ച്. അടുത്തതായി ആശ്രയ NGO-ക്ക് വേണ്ടി ശ്രീമതി ജെസി ജേക്കബ് അവരെയും ശ്രീമതി പ്രഭ നായർ അവരെയും ആദരിക്കുന്നു. ആദരവ് നൽകുന്നതിലേക്കായി ആദരണീയരായ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ അവരെയും നമ്മുടെ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ മഹനീയ സാന്നിധ്യത്തെയും സ്വാഗതം ചെയ്യുകയാണ്. ആശ്രയ NGO
ശ്രീമതി ജെസി ജേക്കബ് അവർ, ശ്രീമതി പ്രഭാ നായർ അവர்களെയും നിറഞ്ഞ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ആതുര സേവന രംഗത്തെ മികച്ച പ്രവർത്തനത്തിലുള്ള സ്നേഹത്തിന്റെ ആദരവാണ് നമ്മൾ നൽകുന്നത്. സാന്ത്വനം എന്ന സംഘടനയ്ക്കായി അതിന്റെ പ്രതിനിധി ശ്രീ ആന്റണി അവர்களെ നിറഞ്ഞ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹാദരവ് നൽകുന്നതിലേക്കായി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ അവர்களെയും മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ മഹനീയ സാന്നിധ്യത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കനിവ് എന്ന സംഘടനയ്ക്ക് വേണ്ടി അതിന്റെ പ്രതിനിധി ശ്രീ രാജേഷ് KR അവരുടെ ബഹുമാന പുരസ്സരം സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു സ്നേഹാദരവ് നൽകുന്നതിലേക്കായി ആദരണീയരായ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അവരുടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ മഹനീയ സാന്നിധ്യത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പ്രത്യാശ ഫൗണ്ടേഷന് വേണ്ടി അതിന്റെ പ്രതിനിധി ഡോക്ടർ കുസുമകുമാരി അവരുടെ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാന പുരസ്സരം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു സ്നേഹാദരവ് നൽകുന്നതിലേക്കായി ആദരണീയനായ കോടിയേരി ബാലകൃഷ്ണൻ അവர்களെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തെയും സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി പാലിയേറ്റീവ് കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ള ഒരു സ്നേഹാദരവാണ് നൽകുന്നത്. സ്നേഹാദരവ് സ്വീകരിക്കുന്നതിലേക്കായി റവറൻഡ് ഫാദർ ഡോക്ടർ ബിനു കുന്നത് അവர்களെയും അതിന്റെ പ്രതിനിധി മാത്യു ജേക്കബ് അവர்களെയും സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹത്തിന്റെ ആദരവിന്റെ നിമിഷങ്ങളാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. സ്നേഹാദരവ് നൽകുന്നതിനായി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ അവர்களെയും മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ മഹനീയ സാന്നിധ്യത്തെയും സാദരം ക്ഷണിക്കുന്നു. സ്നേഹത്തിന്റെ ആദരവിന്റെ നിമിഷങ്ങളാണ്, ആതുര സേവനത്തിന്റെ മികച്ച പ്രവർത്തനങ്ങൾക്ക് നാം നൽകിയ ആദരവിന്റെ നിമിഷങ്ങളാണ്. വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. മറ്റ് ചടങ്ങിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് ഡോക്ടർ ശശി തരൂർ അവർ ഇവിടെ നിന്ന് വിടവാങ്ങുകയാണ്. ഈ മഹനീയ ചടങ്ങിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിലേക്കായി സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുകയാണ് റവറൻഡ് ഫാദർ ഡോക്ടർ ബിനു കുന്നത് അവരുടെ. ഈ മീറ്റിംഗിന്റെ അധ്യക്ഷത അലങ്കരിക്കുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അവറുകള്, വേദിയിലും സദസ്സിലും ഇരിക്കുന്നതിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഓൾറെഡി ഡോക്ടർ ബോബൻ തോമസ് പറഞ്ഞിരുന്നു സമയം പരിക്രമിച്ചിരിക്കുന്നത് കൊണ്ട് അധികം സംസാരിച്ച് ബോറടിപ്പിക്കരുത് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ക്യാൻസറിനെ പറ്റി കൂടുതലായിട്ട് പറയേണ്ട വ്യക്തിത്വങ്ങൾ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇതിൽ തന്നെയും ഡോക്ടർ ബോബൻ തോമസ് രചിച്ച മനോഹരമായ അർബുദം അറിഞ്ഞതിനും അപ്പുറം പഠനവും അറിവും അനുഭവവും അതിമനോഹരമായിട്ട് ഈ പുസ്തകത്തില് ഇവിടെ രചിച്ച് നമുക്കെല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ ഭാഷയില് ഭംഗിയായിട്ട് ഇവിടെ അവതരിപ്പിച്ചു. എല്ലാവരുടെയും പേരുള്ള അഭിനന്ദനങ്ങൾ ഇവിടുത്തെ ബോബൻ തോമസിനെ അറിയിക്കുകയും ചെയ്യുകയാണ്. പുസ്തകത്തിന്റെ അവസാന പേജിൽ നാം കുറിച്ചുവെക്കുന്നുണ്ട്, ക്യാൻസർ രോഗിയെ മാത്രം ബാധിക്കുന്ന ഒരു അസുഖമല്ല, മറിച്ച് അതൊരു കുടുംബത്തെ ഒന്നടങ്കം ബാധിക്കുന്ന മഹാവ്യാധിയാണ്. തീർച്ചയായിട്ടും ക്യാൻസർ എന്ന രോഗം ഒരു വ്യക്തിയെ മാത്രമല്ല, കുടുംബത്തെയും സമൂഹത്തെയും എല്ലാം സങ്കടപ്പെടുത്തുന്ന ഒരു രോഗം കൂടി തന്നെയാണ്. ആ രോഗത്തെ പറ്റി വളരെ സങ്കീർണമായിട്ട് ലളിതമായ ഭാഷയിൽ നമുക്കായി അവതരിപ്പിച്ചത് ഡോക്ടർ ബോബൻ തോമസ് ആണ്. പലപ്പോഴും രോഗത്തെ ഭംഗിയായിട്ട് അറിയുവാൻ സാധിക്കുന്നവരാണ് നല്ല ഡോക്ടേഴ്സ്. എന്നാൽ രോഗിയുടെ മനസ്സും കൂടെ അറിയുന്നവര് ചുരുക്കം ഡോക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ ബോബൻ തോമസ്. ആ രോഗിയുടെ രോഗം മാത്രമല്ല, മനസ്സും കൂടെ ഹൃദയവും കൂടെ തന്നിലേക്ക് ചേർത്ത് പിടിക്കുന്ന ഒരു ഡോക്ടറാണ് ബോബൻ തോമസ്. അനുഭവം എന്ന മൂന്നാമത്തെ കുറിപ്പിലൂടെ
പല വ്യക്തികളുടെ ജീവിതങ്ങളെ സ്പർശിച്ച കഥകൾ അദ്ദേഹം ഇവിടെ വിവരിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, സരിഗ മദരസ എന്ന TV പ്രോഗ്രാമിലെ ഒരു പെൺകുട്ടിയുടെ ജീവിതാനുഭവം പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിയെ ചേർത്ത് പിടിക്കുന്ന ഒരു ഡോക്ടർ ബോബൻ തോമസ്. ആ പെൺകുട്ടിയോട് പറഞ്ഞു വെച്ചത് ഡോക്ടർ അങ്കിളെ എന്നാണ്. അവളുടെ ഒരു മനസ്സിനെ അത്രത്തോളം സ്വാധീനിച്ച ഒരു വ്യക്തിയായിട്ട്, ഒരു ഡോക്ടറായിട്ട് മാറുവാനായിട്ട് ഡോക്ടർ ബോബൻ തോമസ് താമസിച്ചു. അതുപോലെ ഒത്തിരി ഡോക്ടേഴ്സ് പ്രഗത്ഭരായ ഡോക്ടേഴ്സും ഉണ്ട്. എന്നാൽ അതിൽ ചുരുക്കം പേര് മാത്രമേ തന്റെ അറിവും കഴിവും ഇങ്ങനെ പുസ്തക രൂപത്തിൽ എഴുതി പുതിയ തലമുറയ്ക്കായിട്ട് മാറ്റിവെക്കുന്നുള്ളൂ. അങ്ങനെ ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ ബോബൻ തോമസ്. ഏറ്റവും സ്നേഹത്തോടു കൂടി ഇവിടെ കൂടിയിരിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട്, പ്രഗത്ഭരുണ്ട്. അതുപോലെ ഡോക്ടർ ബോബൻ തോമസിന്റെ കാരിത്താസിൽ നിന്ന് വന്ന സ്റ്റാഫ് അംഗങ്ങൾ ഇവിടെ തന്നെയുണ്ട്. എല്ലാവരുടെയും പേരുള്ള അഭിനന്ദനങ്ങൾ ഡോക്ടർ ബോബൻ തോമസിനെ ആശംസിക്കുകയും തരികയും ചെയ്യും. അതുപോലെ ട്രിവാൻഡ്രം ഓങ്കോളജി ക്ലബിന്റെ 10ാമത്തെ വാർഷികമാണ്. നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിച്ച് അതിലും ഭംഗിയായിട്ട് പ്രവർത്തനം മുന്നോട്ട് പോകുന്നതിന്റെ ദൃശ്യമായ ഒരു ആവിഷ്കരണമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഒരു അപേക്ഷ കൂടി അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. ട്രിവാൻഡ്രം ഓങ്കോളജി ക്ലബ്ബ് തീർച്ചയായിട്ടും നല്ലതാണ്. എന്നാൽ അതുപോലെ തന്നെ സെൻട്രൽ ട്രാവൻകൂറിലും അറിയാം, കാരിത്താസ് ആശുപത്രി പോലെ തുടങ്ങിയ ഒത്തിരി ആശുപത്രികൾ കോട്ടയം ജില്ലകളിലുണ്ട്. കേരളത്തിലെ പ്രൈവറ്റ് സെക്ടറിൽ കാരിത്താസ് ക്യാൻസർ സെന്റർ ആരംഭിച്ച ഹോസ്പിറ്റലാണ് കാരിത്താസ് 20 വർഷമായി. അങ്ങനെയുള്ള ആ മേഖലകളിൽ കൂടെ ഇതുപോലെ ഓങ്കോളജി ക്ലബ്ബുകളോ യൂണിറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് കേരളത്തിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ക്യാൻസർ രോഗത്തെ നമുക്ക് ഒരുമിച്ച് ചെയ്യാവുന്ന അതിനെ പോരാടുകയും ചെയ്യും. എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും നേരുന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വാക്കുകൾക്ക് സ്നേഹാദരപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ മഹനീയ ചടങ്ങിൽ നന്ദി പ്രകാശനം നിർവഹിക്കുന്നതിനായി ഡോക്ടർ ബോബൻ തോമസ് അവരെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ് എവരിവൺ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാം, ഇരട്ടി മധുരമുണ്ട് എനിക്കെന്ന്. കാരണം ട്രിവാൻഡ്രം ഓങ്കോളജി ക്ലബ്ബ് എന്ന ഞങ്ങളുടെ ചെറിയ സംഘടന ഇന്ന് അതിൻ്റെ 10ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ചടങ്ങിൽ തന്നെ ഞാൻ രചിച്ച ക്യാൻസറിനെ പറ്റിയിട്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനം കൂടി നടത്തുവാൻ സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ട്രിവാൻഡ്രം ഓങ്കോളജി ക്ലബ്ബും ഡോക്ടർ ബോബൻ തോമസും അത് രണ്ട് വ്യക്തിത്വങ്ങളല്ല, രണ്ടും വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു യൂണിറ്റ് തന്നെയാണ്. അത് നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്, ഒരു അസോസിയേഷനും ഒരു ഡോക്ടറും. ഒരു ഡോക്ടറുടെ അസോസിയേഷൻ്റെ ഒരു പാർട്ട് മാത്രമല്ല, അതങ്ങനെയല്ല. കാരണം 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തിരുവനന്തപുരത്ത് വന്നപ്പോൾ, അതായത് കൃത്യമായി പറഞ്ഞാൽ 2011 ജൂലൈ മാസം ഞാൻ തിരുവനന്തപുരത്ത് ജോലിക്കായി വന്നു. ഞാൻ ജോലിക്കായി ജോയിൻ ചെയ്തതിന് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിനായിരുന്നു കൃഷ്ണനാഥ് സാറ് ഒരു ട്രിവാൻഡ്രത്തുള്ള ഡോക്ടർ ക്യാൻസർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരുടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത്. ആ മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് ക്യാൻസർ മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാ വിഭാഗത്തിലുമുള്ള ഡോക്ടർമാരെ ഏകോപിച്ചുകൊണ്ട് ഒരു സംഘടന രൂപം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ടുള്ള ഒരു സംഘടനയായിരുന്നു അത്. ഞാൻ ഓർക്കുന്നു, ഓഗസ്റ്റ് മാസം 4-ാം തീയതി പഴയ ടാച്ച് ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു ഈ സംഘടനയുടെ ആദ്യത്തെ മീറ്റിംഗ്. 19 പേരായിരുന്നു അന്ന് മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നത്. ആ 19 പേരിൽ ഏറ്റവും ജൂനിയർ മോസ്റ്റ് വ്യക്തി ഞാനായിരുന്നു. അന്ന് ട്രിവാൻഡ്രം ഓങ്കോളജി ക്ലബ്ബ് എന്ന പേരിൽ ഒരു സംഘടന രൂപം നൽകുകയുണ്ടായി. മെഡിക്കൽ ഓങ്കോളജിക്കാർക്ക് അവരുടെ സംഘടനയുണ്ട്, സർജിക്കൽ ഓങ്കോളജിക്കാർക്ക് അവരുടെ സംഘടനയുണ്ട്, റേഡിയേഷൻകാർക്ക് അവരുടെ സംഘടനയുണ്ട്. അതുപോലെ ക്യാൻസർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാർക്ക് വ്യത്യസ്തമായി അവരുടെ ഓരോരോ സംഘടനകളുണ്ട്. പക്ഷേ ക്യാൻസർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഓരോ വ്യക്തികളെയും ചേർത്തിണക്കിക്കൊണ്ട് ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ക്യാൻസർ സംഘടന അത് ട്രിവാൻഡ്രം ഓങ്കോളജി ക്ലബ്ബ് മാത്രമേ. അത് അത്ര വീക്ഷണമുള്ള ഒരു ദീർഘദർശിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമായിരുന്നു. അങ്ങനെയായിരുന്നു 2011 ഓഗസ്റ്റ് മാസം ട്രിവാൻഡ്രം ഓങ്കോളജി ക്ലബ്ബ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത്. പ്രൊഫസർ കൃഷ്ണനാഥ് സാറായിരുന്നു പ്രസിഡന്റ്, ഡോക്ടർ ജയപ്രകാശ് സാറായിരുന്നു ആദ്യത്തെ സെക്രട്ടറി, RCCയിലുള്ള ഡോക്ടർ ജയശ്രീ മാഡം ആയിരുന്നു ആദ്യത്തെ ട്രഷറർ. ഞാൻ ഒരു ജൂനിയർ മോസ്റ്റ് മെമ്പറായ എന്നെ എൻ്റെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് നിയമിക്കുകയും ചെയ്തു. ജോയിന്റ് സെക്രട്ടറി ട്രിവാൻഡ്രത്ത് വന്ന് ഉള്ള 1 മാസമായ സമയമായതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ആ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് വളരെ ആക്റ്റീവായിട്ട് സംഘടനാ പ്രവർത്തനത്തിൽ ഇടപെടുവാൻ സാധിച്ചു. പിന്നെ നമുക്കൊരു സംഘടനാ പ്രവർത്തനത്തിലൂടെ ചെറിയ താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. കോളേജിലൊക്കെ അത്യാവശ്യം രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു സംഘടനാ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിനുള്ള സന്തോഷവും ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊരു വേദി ഒരുക്കി തന്നത് പ്രൊഫസർ കൃഷ്ണനാഥ് സാറായിരുന്നു. ആ കൃഷ്ണനാഥ് സാറിന്റെ നേതൃത്വത്തിൽ നമ്മൾ
നമ്മൾ പല മീറ്റിങ്ങുകൾ ഓർഗനൈസ് ചെയ്യുകയുണ്ടായി. നമ്മൾ ആദ്യം ചെയ്തത് അടുത്ത മാസം സെപ്റ്റംബർ മാസം 2011 സെപ്റ്റംബർ മാസം ഉള്ള ഒരു കിഡ്നി ക്യാൻസറിൻ്റെ ഒരു മീറ്റിംഗ് ആയിരുന്നു. തുടർന്ന് ഓരോ മാസവും ഒന്നിൽ കൂടുതൽ പല രീതിയിലുള്ള മീറ്റിംഗ്സുകൾ നമ്മൾ ഓർഗനൈസ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഇന്ത്യയിലെയും ലോകത്തിലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള പല ഓങ്കോളജിസ്റ്റുമാരെയും തിരുവനന്തപുരത്ത് കൊണ്ടുവന്നുകൊണ്ട് വളരെ മികച്ച രീതിയിലുള്ള ഒരു മീറ്റിങ്ങുകൾ ഓർഗനൈസ് ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. ചന്ദ്രമോഹൻ പറയുന്നിട്ടുണ്ട്, അത് ഞങ്ങളുടെ UK-യിലൊക്കെയുള്ള റോയൽ മാസ്റ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു വളരെ പ്രഗത്ഭമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലുണ്ട്. അവിടെ നിന്നൊക്കെ വളരെയധികം പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാരെ ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് വേദിയിൽ കൊണ്ടുവന്ന് നമുക്ക് മീറ്റിങ്ങുകൾ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് വലിയൊരു മീഡിയ കവറേജ് ഒന്നും കിട്ടിയിട്ടില്ല. കാരണം അതൊരു ഓങ്കോളജിസ്റ്റുമാരുടെ ഡോക്ടർമാരുടെ മീറ്റിങ്ങിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് ദ ഡോക്ടേഴ്സ്, ഫോർ ദ ഡോക്ടേഴ്സ് ആൻഡ് ബൈ ദ ഡോക്ടേഴ്സ് എന്നാണ്. ഞങ്ങൾ ഡോക്ടർമാരുടെ രീതിയിലുള്ള മാത്രമുള്ള ഒരു മീറ്റിങ്ങുകളായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള മീറ്റിങ്ങുകൾ നടത്തി. പക്ഷെ അതിനുശേഷം നമ്മൾ വളരെ നല്ല രീതിയിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പല ആക്ടിവിറ്റീസും നമുക്ക് ചെയ്യുവാനുള്ളതും സാധിച്ചു. എന്നൊക്കെ ഞങ്ങൾക്ക് മോട്ടിവേഷൻ തന്നിട്ടുള്ള വ്യക്തി മറ്റാരുമല്ല, കൃഷ്ണനായർ സാർ തന്നെയായിരുന്നു. സാർ തന്നെയാണ് ഞങ്ങളോട് ഡോക്ടറുടെ, പ്രത്യേകിച്ച് ഒരു ഓങ്കോളജിസ്റ്റിന്റെ സേവനം എന്ന് പറയുന്നത് അത് ഹോസ്പിറ്റലിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യമല്ല, അത് സമൂഹത്തിലോട്ട് ഇറങ്ങി ചെന്ന് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളതാണ്. അതിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾ കമ്മ്യൂണിറ്റി ഓങ്കോളജി ഇനിഷ്യേറ്റീവ്സും നമ്മൾ ചെയ്തത്. സ്വസ്തി ഫൗണ്ടേഷനും അതുപോലെയുള്ള പല ഓങ്കോളജിയിൽ വർക്ക് ചെയ്തിട്ടുള്ള പല ഓങ്കോളജി NGO അസോസിയേഷൻസുമായിട്ട് ചേർന്നുകൊണ്ട് പല രീതിയിലുമുള്ള ആക്ടിവിറ്റീസ് ഞങ്ങൾ പ്ലാൻ ചെയ്യുകയും ആ രീതിയിലുള്ള ആക്ടിവിറ്റീസിന്റെ ഫലമായിട്ടാണ് ഇന്ന് ആദരിച്ച ഈ NGOസിനെല്ലാം ഞങ്ങൾ ആദരിച്ചത്. അപ്പോൾ ട്രിവാൻഡ്രം ഓങ്കോളജി ക്ലബിന്റെ 1ാം വാർഷികത്തിൽ ഞങ്ങൾ ശശി തരൂർ സാറായിരുന്നു ഞങ്ങളുടെ ചീഫ് ഗസ്റ്റ്. അന്ന് സാറ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. 9 വർഷം മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഐ കൺഗ്രാജുലേറ്റ് യു നോട്ട് ഫോർ കംപ്ലീറ്റിംഗ് ആൻ ഇയർ ബട്ട് ഫോർ ബീയിങ് ഹിയർ. അത് ആപ്തവാക്യമായിട്ട് തന്നെ ഞങ്ങൾ എടുത്തുകൊണ്ട്, കാരണം ഞങ്ങളിവിടെ ഉണ്ടായി, ഞങ്ങളുടെ പ്രസൻസ് ഞങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിട്ട് ഞങ്ങൾ ഫീൽ ചെയ്യിച്ചു. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു ഈ രീതിയിലുള്ള ഒരു സംഘടന പ്രവർത്തനം തുടങ്ങിയത്. ആ സംഘടനയിലൂടെ ഞങ്ങൾക്ക് വളരെയധികം നല്ല രീതിയിലുള്ള പല ആക്ടിവിറ്റീസും ഞങ്ങൾക്ക് ചെയ്യുവാൻ സാധിച്ചു. ഇന്ന് അതിന്റെ 10ാം വാർഷികത്തിൽ എത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ വളരെയധികം ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് ഞാനും ഞങ്ങളുടെ ഓരോ മെമ്പേഴ്സും നിൽക്കുന്നത്. കാരണം വളരെയധികം ഒരു ബാക്കിയുള്ള ഡോക്ടർമാരുടെ അസോസിയേഷനെക്കാട്ടിലും വ്യത്യസ്തമായി പല കാര്യങ്ങളും സമൂഹത്തിന് ചെയ്തു നൽകുവാൻ സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട്. ഇതിന്റെ 10ാം വാർഷികം വന്നപ്പോഴത്തേക്കിന് ആരെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിക്കണം എന്നുള്ളൊരു കാര്യം ഞങ്ങൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അതിൽ നിന്ന് തന്നെ 1ാം വാർഷികത്തിന് വിളിച്ച വ്യക്തിനെ തന്നെ, ശശി തരൂർ സാറിനെ തന്നെ വിളിക്കാൻ തീരുമാനിച്ചു. സാറും അത് എഗ്രി ചെയ്തു. വളരെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രസംഗം സാറിന് നൽകി. സാറിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. സാറ് വളരെ ഡീറ്റെയിൽ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചുകൊണ്ടായിരിക്കും സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഓങ്കോളജിസ്റ്റും സംസാരിക്കുന്ന അതേ ഒരു ക്രെഡിബിലിറ്റിയോടുകൂടി സാറ് ഒരു നല്ലൊരു രീതിയിലുള്ള ലെക്ചറോട് നൽകുകയുണ്ടായി. സാറ് പോയെങ്കിലും ട്രിവാൻഡ്രം ഓങ്കോളജി ക്ലബിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലുള്ള നന്ദി ഞാൻ ചരിതാറുന്നു. അതുപോലെ തന്നെ ബുക്കിന്റെ പ്രകാശനം വന്നപ്പോൾ ആരെക്കൊണ്ട് ബുക്ക് പ്രകാശനം ചെയ്യണമെന്നുള്ളതും ഒരു വലിയൊരു കാര്യമായിരുന്നു. അപ്പോൾ ഏറ്റവും മുമ്പിൽ ആദ്യം വന്ന പേരും ശശി തരൂർ സാറിൻ്റെ തന്നെയായിരുന്നു. കാരണം സാറിനെ പോലെ നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊരു MBO മാത്രമല്ല, അദ്ദേഹം ഒരു മികച്ച ഗ്രന്ഥകർത്താവ് കൂടിയാണ്. അപ്പം സാറിനെ സമീപിച്ചു. സാറും വളരെ നല്ല ഈ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാമെന്നും അതുകൊണ്ടാണ് ഞങ്ങൾ ട്രിവാൻഡ്രം ഓങ്കോളജി ക്ലബും എൻ്റെ പുസ്തക പ്രകാശനവും രണ്ടും കൂടി കമ്പൈൻ ചെയ്തത്. അപ്പോൾ സാറ് ഉണ്ടായിരുന്നെങ്കിൽ പറയാൻ കാരണം സാറിനോട് പറഞ്ഞിട്ട് ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളത്തേക്ക് സാറിനൊന്ന് ട്വീറ്റ് ചെയ്തിരുന്നെങ്കിൽ ബുക്കിന് കുറച്ചും കൂടി ഒരു പബ്ലിസിറ്റി ഒക്കെ കിട്ടിയായിരുന്നു. പക്ഷേ സാർ അതിന് പോയി. ഇപ്പോൾ മെസ്സേജ് അയച്ച് നോക്കണം. അപ്പോൾ സാറിൻ്റെ ഒരു ട്വീറ്റിൽ ഞാനിത് പറയുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കവറേജ് ഒക്കെ കിട്ടും എന്നുള്ളതുകൊണ്ട് സാറിന് തീരുമാനിച്ചതിന് ശേഷം അടുത്തത് ആരെ വിളിക്കാം, അധ്യക്ഷ സ്ഥാനത്തേക്കും പുസ്തകം റിസീവ് ചെയ്യുവാൻ വേണ്ടി ആരെ വിളിക്കണം എന്നുള്ളതായിരുന്നു പിന്നീടുള്ള ഒരു കാര്യം. അന്നേരമാണ് ഞാൻ ബാലകൃഷ്ണൻ സാറിൻ്റെ കാര്യം ഞങ്ങൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ സാറിനോട് പറഞ്ഞപ്പോഴത്തേക്കിനും സാറും അത് വളരെ സ്നേഹത്തോടുകൂടി അത് സ്വീകരിക്കുകയുണ്ടായി. അപ്പോൾ രാഷ്ട്രീയക്കാരെ എല്ലാവർക്കും അറിയാം, ഞാൻ ഉൾപ്പെടെയുള്ള നമ്മൾ ഓരോരുത്തരും രാഷ്ട്രീയക്കാരെ വളരെയധികം വിമർശിക്കുന്ന ആൾക്കാരാണ് പല അവസരത്തിൽ. പക്ഷേ രാഷ്ട്രീയക്കാരെ നമ്മൾ എത്രത്തോളം വിമർശിച്ചാലും നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. വളരെയധികം പോസിറ്റീവ് എനർജി നൽകുന്ന കുറച്ച് വ്യക്തിത്വങ്ങളാണ് അവരുടെ. ഈ ഒരു 15 വർഷത്തെ ഓങ്കോളജി പ്രാക്ടീസിനിടയിൽ വളരെയധികം എന്ന് പറയുന്നത് കുറച്ച് രാഷ്ട്രീയ പ്രവർത്തകരെ ചികിത്സിക്കാനുള്ള ഭാഗ്യമെന്നോ നിർഭാഗ്യമെന്നോ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഭാഗ്യമെന്ന് തന്നെ ഞാൻ പറയുകയാണ്. അത് പഞ്ചായത്ത് മെമ്പർമാർ മുതൽ ചില ഒപ്പീനിയന് വേണ്ടി വന്നിട്ടുള്ള മുൻ മുഖ്യമന്ത്രിമാർ വരെയുണ്ട്. അപ്പം അവരെ എല്ലാവർക്കും പല രീതിയിലുള്ള ഒപ്പീനിയൻസ് നമുക്ക് കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യം ഞാൻ ചികിത്സിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരിയുടെ പഴയ MLA ആയിരുന്ന ബഹുമാനപ്പെട്ട CF തോമസ് സാറായിരുന്നു. ഞാൻ അമൃതയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് CF തോമസ് സാറിനെ ഞാൻ പരിചയപ്പെടുന്നത്. പേഷ്യൻ്റായിട്ട് തന്നെയായിരുന്നു. അപ്പോൾ സാറിന് അന്ന് തൊട്ട് രാഷ്ട്രീയത്തിലൊക്കെ കുറച്ച് താല്പര്യമുള്ളത് കൊണ്ട് സാറുമായിട്ട് വളരെ സ്നേഹബന്ധത്തിൽ ഏർപ്പെടുവാനും തുടർന്ന് എല്ലാ കാര്യത്തിലും സാറിനോടുള്ള ഒരു അഡ്വൈസ് കൊടുക്കുകയും ചെയ്യുവാൻ സാധിച്ചിരുന്നു.
സി.എഫ്. തോമസ് സാറിന് മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖമായിരുന്നു. ഈ മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്നത് മജ്ജയിൽ ഉണ്ടാകുന്ന ഒരു തരം ക്യാൻസറാണ്. ഒരു മൾട്ടിപ്പിൾ മൈലോമയുടെ ക്യാൻസറിന്റെ ഫലമായിട്ട് ഒരു കാപ്പ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ആ കാപ്പയുടെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 19. ആ 19 എന്നുള്ളത് ഒരു 50, 60 അല്ലെങ്കിൽ 100 ആവുകയാണെങ്കിൽ അവരുടെ എല്ലാവരുടെയും കിഡ്നി പ്രവർത്തനം മോശമാവുകയാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷെ സി.എഫ്. തോമസ് സാറിനെ പറ്റി പറയുമ്പോഴത്തേക്കിന് സി.എഫ്. തോമസ് സാറിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19 ഇരിക്കേണ്ട കാപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ 20,000 ഒക്കെ ഉണ്ടായിരുന്നു. 20,000 കാപ്പ ഉള്ള സി.എഫ്. തോമസ് സാറിന് വാല്യൂസ് ഉണ്ട്. ഇത് കിഡ്നിയുടെ ഫംഗ്ഷൻ ഒക്കെ പെർഫെക്റ്റ്ലി നോർമൽ ആയിരുന്നു. അത് എങ്ങനെയെന്നും നമുക്ക് ഒരിക്കലും പറയാൻ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും സാധിച്ചിട്ടില്ല. അതാണ് അർബുദം അറിഞ്ഞതിനും അപ്പുറം എന്നതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇറ്റ് ഈസ് ആക്ച്വലി ബിയോണ്ട് വാട്ട് ആക്ച്വലി മെഡിക്കൽ സയൻസ് ക്യാൻ ആക്ച്വലി എക്സ്പ്ലെയിൻ. അതുപോലെ തന്നെ സാറിന്റെ നമ്മുടെ മൾട്ടിപ്പിൾ മൈലോമയുടെ ഭാഗമായിട്ട് സാറിന്റെ ഒരു വെർട്ടിബ്ര, ഒരു സ്പൈനൊന്നും ഇല്ല. പക്ഷെ ഇതൊന്നും ഇല്ലാതെ ഈ പറഞ്ഞിട്ടുള്ള 20,000 അടുത്ത് കാപ്പ എന്നിട്ടുള്ള ബ്ലഡും വെച്ചിട്ടാണ് സാറ് 2 ഇലക്ഷന് മത്സരിക്കുകയും 2 ഇലക്ഷൻ ജയിക്കുകയും ചെയ്തു. അപ്പോൾ ആ സമയത്തൊക്കെ സാറിന് വേണ്ടിയിട്ടുള്ള ഒരു ഫിസിക്കൽ സപ്പോർട്ടും ഒരു മോറൽ സപ്പോർട്ടും ഒരു ട്രീറ്റ്മെന്റ് സപ്പോർട്ടും എല്ലാം കൊടുക്കുവാൻ സാധിച്ചു. അതേ രീതിയിൽ സാറിന് നല്ല രീതിയിൽ ഓൾമോസ്റ്റ് ഒരു 12-10 വർഷത്തിൽ കൂടുതൽ ആ ഒരു അസുഖം മൂലം വന്നിട്ടുള്ള ഒരു വ്യക്തി പുറത്താരും പറയാത്ത രീതിയിൽ സാറിനെ നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുവാൻ സാധിച്ചു. പക്ഷെ സാറിനോടുള്ള ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എനിക്ക് വിയോജിപ്പുണ്ടായിരുന്നുള്ളൂ. കാരണം സാറിന് അസുഖമുള്ള കാര്യം സാർ ആരോടും പറയത്തില്ല. സാർ വളരെ ക്ലോസ്ലി ഹെൽഡ് സീക്രട്ട് ആയിട്ടായിരുന്നു വെച്ചിരുന്നത്. അതാണ് ഞാൻ ബാലകൃഷ്ണൻ സാറിനെ അവിടെയാണ് ഞാൻ അഭിനന്ദിക്കുന്നത്. സാറിന് അസുഖം വന്നപ്പോൾ സാർ അതൊരു ക്ലോസ്ലി ഹെൽഡ് സീക്രട്ട് ആക്കിയില്ല. സാർ നാട്ടുകാരോടും ചാനലിൽ നിന്നെല്ലാം പറഞ്ഞു സാറിന് അസുഖമുണ്ട്, സാറ് പാർട്ടിയിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് ഒരു ലീവ് എടുക്കുകയാണെന്ന് പറഞ്ഞു. വളരെ ബോൾഡായിട്ട് ഈ അസുഖത്തെ ഫേസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ സാർ. സാർ എന്നും പറയുകയുണ്ടായി സാർ ട്രീറ്റ്മെന്റ് എടുത്ത കാര്യത്തെ പറ്റി. ഇന്ന് രാവിലത്തെ മനോരമ ഓൺലൈനിൽ എത്ര പേര് വായിച്ചെന്ന് അറിയത്തില്ല. മനോരമ ഓൺലൈനിൽ സാറ് വീണ്ടും പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷമുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതിന് സാറ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് ക്യാൻസർ എന്ന് വന്നുകൊണ്ട് നമ്മൾ പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മളത് ഫൈറ്റ് ഔട്ട് ചെയ്യണം. ആ ഫൈറ്റ് ഔട്ട് ചെയ്യുന്നതിനുള്ള ആ ഒരു പോസിറ്റീവ് സ്പിരിറ്റ്, ആ ഒരു ആറ്റിറ്റ്യൂഡാണ് സാറിനെ മറ്റുള്ള ഓരോ വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ക്യാൻസർ വെച്ചിട്ടുള്ള പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഒരു ഇമ്മൻസ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിനെപ്പറ്റി ഞാൻ എൻ്റെ ബുക്കിൽ ഒരു ചാപ്റ്ററിൽ എഴുതിയിട്ടുണ്ട്, രാഷ്ട്രീയക്കാരും പോസിറ്റീവ് എനർജിയും എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം നമുക്ക് മെഡിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുവാൻ സാധിക്കാത്ത പല സംഭവങ്ങളും നടക്കുന്ന ഒരു വ്യക്തിത്വങ്ങളാണ് രാഷ്ട്രീയ പ്രവർത്തകർ. നമുക്ക് അവരെ വിമർശിക്കാം പല കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. പക്ഷെ അവർ നൽകിയിട്ടുള്ള സേവനങ്ങൾ നമുക്ക് വിസ്മരിച്ചുകൂടാ. അവർക്ക് ഉള്ള ആ ഒരു പോസിറ്റീവ്നെസ്, ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ്, അതാണ് സാറിനെ പോലെയുള്ള വ്യക്തിത്വങ്ങളെ വ്യത്യസ്തരാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സാറിന് ഇന്ന് ഇത്രയും പേരുടെ അടുത്ത് വന്ന് ധൈര്യമായിട്ട് എനിക്കിതുണ്ടായിരുന്നു, ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫൈറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു പുസ്തകത്തിനകത്ത് അർബുദം അറിഞ്ഞതിനും അപ്പുറം ഉള്ള കൃത്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ് കോടിയേരി ബാലകൃഷ്ണൻ സാർ. അപ്പോൾ ഈ ഒരു പരിപാടിയിൽ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു വളരെ സന്തോഷമുണ്ട് സാർ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിന് വന്ന് എൻ്റെ ബുക്ക് ഏറ്റുവാങ്ങി. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ 10ാമത്തെ വാർഷികം പരിപാടിയെ നമ്മൾ ഒരു അധ്യക്ഷ പദം അലങ്കരിച്ചതിന് അതിനുള്ള നന്ദി ഞാൻ സാറിനോട് രേഖപ്പെടുത്തുന്നു. പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് പുസ്തകം എഴുതി എന്നുള്ള കാര്യം. അപ്പോൾ ക്യാൻസറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ശശിധരൂർ സാറിന്റെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി, ക്യാൻസറിന്റെ ഇൻസിഡൻസ് കേരളത്തിൽ വളരെയധികം കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കൂടിക്കൊണ്ട് വന്നിരിക്കുന്ന ഈ ഇൻസിഡൻസിൽ നമുക്ക് എന്നിട്ട് അതിനെക്കാട്ടിലും കൂടുതലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിലുള്ള തെറ്റിദ്ധാരണകളാണ്. ക്യാൻസറിനെ പറ്റിയിട്ടുള്ള ശരിയായിട്ടുള്ള ധാരണയെക്കാട്ടിലും കൂടുതൽ ജനങ്ങളുടെ ഇടയിൽ പല രീതിയിലുമുള്ള തെറ്റിദ്ധാരണകളാണ് ഈ ഒരു അസുഖത്തെ പറ്റി നിലനിൽക്കുന്നത്. ഈ ഒരു തെറ്റിദ്ധാരണകൾ മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളെപ്പോലെയുള്ള ഡോക്ടേഴ്സ് ഈ പറഞ്ഞിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് എല്ലാം ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഒരു ബ്രസ്റ്റ് ക്യാൻസർ ഫാക്ട് ചെക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബ്രസ്റ്റ് ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള ഒരു അവയർനെസ് ആക്ട് 30 ദിവസം ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റിയിട്ടുള്ള ഒരു 30 ഫാക്ട് ചെക്ക് ഷോർട്ട് വീഡിയോസ് ചെയ്യുകയുണ്ടായി. വളരെയധികം അക്സെപ്റ്റൻസ് അതിന് കിട്ടി. ഈ വർഷം സ്വസ്തി ഫൗണ്ടേഷൻ ആ ഒരു ആക്ടിവിറ്റി ഏറ്റെടുത്തുകൊണ്ട് 30 വ്യത്യസ്തമായിട്ടുള്ള ഡോക്ടർമാരെ വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകളിലൂടെ അവയർനെസ് എടുത്തു കൊടുക്കുവാൻ സാധിച്ചു. അപ്പോൾ ഇതെല്ലാം കൂടി കമ്പൈൽ ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് ഫലപ്രദമാകുന്ന രീതിയിൽ, പേഷ്യൻസിന് ഫലപ്രദമാകുന്ന രീതിയിൽ, അല്ല ആർക്ക് വേണം, കുടിയേരി സാർ പറഞ്ഞതുപോലെ തന്നെ ആർക്കെപ്പോൾ ഈ അസുഖം വരുമെന്ന് പറയാൻ സാധിക്കുകയില്ല. സാറിൻ്റെ കേസിൽ സാർ തന്നെ പറഞ്ഞു, ഒരു ഡയബറ്റീസ് ചെക്കപ്പിന് പോയ സമയത്ത് CA99 എന്നുള്ളൊരു ട്യൂമർ മാർക്കർ കൂടുതലായി കണ്ടതുകൊണ്ട് സാറിന് നേരത്തെ സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ സാധിച്ചു. പക്ഷെ പലരും ചെയ്യുന്നത് അറിയാമെങ്കിൽ പോലും ഇത് ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകാവസാനമാണെന്നും ജീവിത അവസാനമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് എടുക്കാത്ത വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വരെ ഞങ്ങൾക്കറിയാം. അതിൽ നിന്നൊക്കെ മാറി ജനങ്ങളുടെ ഇടയിൽ ഈ രോഗത്തെ പറ്റിയിട്ടുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി ശരിയായിട്ടുള്ള ഒരു ധാരണ ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു അർബുദം അറിഞ്ഞതിനും അപ്പുറം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം ഞാൻ രചിച്ചത്. അതിന് പല രീതിയിലുള്ള സഹായം എനിക്ക് നൽകിയിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളുണ്ട്. ആദ്യമേ തന്നെ എന്നെ എഴുതുവാൻ പ്രോത്സാഹിപ്പിച്ച എൻ്റെ ഒരു സുഹൃത്ത് പ്രസാദകൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാഗസിൻ്റെ പത്രാധിപരായിട്ടുള്ള ശ്രീ LR ഷാജിയാണ്. ഷാജിനെ ഞാനൊരു
കാണുന്നത് ഏകദേശം ഒരു 8 വർഷങ്ങൾക്ക് മുമ്പാണ്. ഷാജിയുടെ ഫാദറിന് മൾട്ടിപ്പിൾ മൈലോമ അസുഖം ബാധിച്ച് എൻ്റെ അടുത്ത് വന്നു. ഞാൻ ഷാജിയും തമ്മിൽ പല കാര്യങ്ങൾ സംസാരിച്ചു. ഷാജിയായിരുന്നു ആദ്യമേ എന്നെ പ്രോത്സാഹിപ്പിച്ച് സാർ എഴുതണമെന്ന് പറഞ്ഞു. ഞാൻ ഷാജി ഞാനെന്ത് എഴുതാൻ, സാറിന് അറിയാവുന്ന കാര്യങ്ങൾ സാർ എഴുതുകാനും പറഞ്ഞു. പക്ഷെ അന്നൊന്നും പറ്റുന്നില്ലായിരുന്നു. പക്ഷെ അതിങ്ങനെ മനസ്സിൽ കടന്ന ഉള്ള ഒരു ആഗ്രഹമായിരുന്നു. അത് പതുക്കെ ബിൽഡപ്പ് ചെയ്തിട്ട് നമുക്കത് ബിൽഡ് ചെയ്തു. അതിനെയാണ് ഇന്നത്തെ ഈ ഒരു അർബുദം അറിഞ്ഞതിനും അപ്പുറം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകത്തിന്റെ രൂപത്തിൽ നിന്ന് കൊണ്ടുവരാൻ സാധിച്ചത്. അതിനുള്ള നന്ദി, എന്നെ പ്രോത്സാഹിപ്പിച്ചതിനുള്ള നന്ദി ഞാൻ ഷാജിയോട് ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പുസ്തകത്തിന്റെ പേരിട്ടതും മറ്റാരുമല്ല, ഏഷ്യാനെറ്റിന്റെ മുൻ ചീഫ് എഡിറ്ററായിരുന്ന MG രാധാകൃഷ്ണൻ സാറായിരുന്നു. അത് ഏഷ്യാനെറ്റിൽ ഒരു ക്യാൻസർ അവയർനെസ് പ്രോഗ്രാം നടത്തുവാൻ വേണ്ടി എന്നെ ക്ഷണിക്കുകയുണ്ടായി. ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ട ഒരു പ്രോഗ്രാമിന് വേണ്ടി. അതിന് ഇനീഷ്യൽ ഡിസ്കഷൻ എല്ലാം നടത്തിയതിനു ശേഷമായിരുന്നു സാറായിരുന്നു ഈ പേര് സജസ്റ്റ് ചെയ്ത്, അർബുദം അറിഞ്ഞതിനും അപ്പുറം. സാറ് പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ആ പരിപാടി അന്ന് നടത്താൻ സാധിച്ചില്ല. അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം ഏഷ്യാനെറ്റിൽ എന്നെ വിളിച്ചിട്ട് വേറൊരു ചലഞ്ച് ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഞാൻ ഏഷ്യാനെറ്റിന് വേണ്ടി ചെയ്യുകയുണ്ടായി. ആ പ്രോഗ്രാം ചെയ്തു. അത് ഒരു 25-30 എപ്പിസോഡോളം ഞാൻ ചെയ്തു. പിന്നെ എനിക്ക് കോട്ടയത്തോട് റീലൊക്കേറ്റ് ചെയ്തുകൊണ്ട് എനിക്കത് മാറേണ്ടതായിട്ട് വന്നു. അപ്പോൾ പുസ്തകത്തിന് ഒരു പേര് വേണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന സമയത്താണ് രാധാകൃഷ്ണൻ സാറിന്റെ പേര് വന്നത്. ഈ ബുക്കിന്റെ കാര്യം പറഞ്ഞത്. അത് ഞങ്ങളുടെ ക്ലോസ്ഡ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ബുക്കിന്റെ ടീം സജസ്റ്റ് ചെയ്തപ്പോഴത്തേക്കിന് അതെല്ലാം കൊണ്ടും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു അർബുദം അറിഞ്ഞതിനും അപ്പുറം. അപ്പോൾ ഈ പേര് ഞാനിട്ട പേരല്ല, രാധാകൃഷ്ണൻ സാറിട്ട പേരായിരുന്നു. അപ്പോൾ അതിനുള്ള നന്ദിയും ഞാൻ രാധാകൃഷ്ണൻ സാറിനോട് ഞാൻ രേഖപ്പെടുത്തുന്നു. സാറിന് വരേണ്ടതായിരുന്നു. പക്ഷേ സാറിന് അർജന്റായിട്ട് ഡൽഹിയിൽ ഒരു ഫംഗ്ഷന് പങ്കെടുക്കേണ്ടതുകൊണ്ട് സാറിന് വരാൻ സാധിച്ചു. അതുപോലെ തന്നെ ഈ പുസ്തകം എഴുതുവാൻ എന്നെ സഹായിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബിജു കൃഷ്ണൻകുട്ടി, എൻ്റെ പ്രിന്റർ ഓറഞ്ച് പ്രിന്റേഴ്സ്, കവർ ഡിസൈൻ ചെയ്തിട്ടുള്ള ആബിദ്, അതുപോലെ തന്നെ എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ ഭാര്യ വിനയ, എൻ്റെ കുട്ടികൾ, എൻ്റെ സഹോദരങ്ങൾ, ബാക്കി അവരെല്ലാവരും പല രീതിയിൽ എനിക്ക് ഈ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ തന്നിട്ടുണ്ട്. കാരണം ഞാനൊന്നും ഒരു എഴുത്തുകാരനൊന്നുമല്ല. വീട് കോട്ടയത്താണ്. എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നുള്ള പ്രസിദ്ധീകരണങ്ങളല്ല, മനോരമ, മംഗളം, മാമാങ്കം. എൻ്റെ വീടിൻ്റെ അടുത്ത് മാറിക്കഴിഞ്ഞാൽ ചെമ്പകം എന്ന് പറഞ്ഞിട്ടുള്ള വാരിക ഉണ്ടായിരുന്നു, സഖി വാരിക ഉണ്ടായിരുന്നു. മാതൃഭൂമിയുടെ പത്ര ഓഫീസ് ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ എൻ്റെ വീട് താമസിക്കുന്ന വീടിൽ നിന്ന് ഒരു കിലോമീറ്റർ റേഡിയസിൽ ഒരു 10-20 പ്രസിദ്ധീകരണങ്ങളുണ്ട്. ഇത്രയും പ്രസിദ്ധീകരണങ്ങളുള്ള നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഞാൻ അത്ര വലിയൊരു വായനക്കാരനോ അത്ര വലിയൊരു എഴുത്തുകാരനോ അല്ല. പക്ഷെ ഇതെല്ലാം ചെയ്യുന്ന ഒരു മോട്ടിവേഷന്റെ പുറത്ത് നമ്മളിത് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അതിന് സഹായിച്ചിട്ടുള്ള ഓരോ വ്യക്തികളെയും ഞാൻ ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. ഇന്ന് TOCയുടെ 10th ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് നമ്മളൊരു സിമ്പോസിയം ഉണ്ട്. സിമ്പോസിയം പ്ലാൻ ചെയ്തപ്പോഴത്തേക്കിന് സാധാരണ ഞാൻ ആദ്യം പറഞ്ഞു ഓഫ് ദ ഡോക്ടേഴ്സ്, ഫോർ ദ ഡോക്ടേഴ്സ് ആൻഡ് ബൈ ദ ഡോക്ടേഴ്സ് എന്ന ഒരു കൺസെപ്റ്റ് മാറ്റി നമ്മൾ ജനങ്ങളിലോട്ട് കൂടുതൽ എത്തിച്ചത്. അതുകൊണ്ടാണ് ഇന്നത്തെ മീറ്റിംഗ് തന്നെ ടോട്ടലി ഒരു ഡോക്ടർമാരുടെ ഒരു ടിപ്പിക്കൽ ഓൺകോളജി മീറ്റിങ്ങിന്റെ ഒരു പ്ലാനും ഇല്ല. അങ്ങനത്തെ ഒരു മീറ്റിങ്ങേ അല്ല നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മളിന്ന് ചെയ്തിട്ടുള്ളത് NGOസിന്റെ റോള്, മീഡിയയുടെ റോള്, ടെക്നോളജിയുടെ റോള്, അതുപോലെ ആ കാര്യങ്ങളെല്ലാം പ്രതിപാദിക്കുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു ഞങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മീറ്റിംഗ് ലിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ അറിയാം, അത് വളരെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് കൺസെപ്റ്റാണ്. ഒരു ഓൺകോളജിസ്റ്റിന്റെ ഒരു റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പേഷ്യന്റിനെ നോക്കുന്ന അപ്പുറത്തോട്ട് ക്യാൻസറിനെ പറ്റിയിട്ടുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. ആ ഉത്തരവാദിത്വം കൂടി നിറവേറ്റാൻ ഞങ്ങൾക്ക് സാധിക്കും. എൻ്റെ ഒരു ടോക്ക് ഒരു കാര്യം കൂടെ എനിക്ക് സന്തോഷത്തോട് പറയാനുള്ളത്, ഇന്ന് എൻ്റെ ടോക്ക് നടത്താൻ വന്നിരിക്കുന്നത് എൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ജോൺ തോമസ് ആണ്. ജോണും ഞാനും സ്കൂളിൽ കോട്ടയത്തെ ഗിരിദീപം സ്കൂളിൽ ഒരുമിച്ച് 4-5 വർഷം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു. അതിനുശേഷം പ്രീ ഡിഗ്രിക്ക് ഞാൻ സെക്കൻഡ് ഗ്രൂപ്പും ജോൺ ഫസ്റ്റ് ഗ്രൂപ്പുമായിട്ട് മാന്നാനം KE കോളേജിൽ പഠിച്ചു. ജോൺ എഞ്ചിനീയറായി, ഞാൻ ഡോക്ടറായി. അവൻ US-ലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ടെക്നോ പാർക്കിൻ്റെയും കേരളത്തിലെ ഇൻഫോ പാർക്കിൻ്റെ CEO ആയി. അപ്പോൾ ജോൺ തോമസോട് ഞാൻ പറഞ്ഞിട അത്രയും ക്ലോസ് ആയപ്പോൾ ഇത് ടോക്ക് വന്ന് തരണമെന്ന് പറഞ്ഞു. അത് ഞാൻ പ്രത്യേകിച്ച് പറയണം, കാരണം എൻ്റെ ഒരു സ്കൂൾമേറ്റ് ഇന്നത് വന്ന് ഇതുപോലത്തെ ഒരു പരിപാടിയിൽ വന്നതിലുള്ള ഒരു സന്തോഷം കൂടെ ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ മീറ്റിംഗിൽ വന്നിട്ടുള്ള ഓരോ വ്യക്തികളും, ഞാൻ പേരെടുത്ത് പറയുന്നത് ഓൾറെഡി നമുക്ക് ഒത്തിരി ലേറ്റ് ആയി ഷെഡ്യൂളിനെക്കാട്ടിലും ഓരോ വ്യക്തികളെയും ഞാൻ ഇതിന് വളരെയധികം സന്തോഷത്തോടുകൂടി ഞാൻ സ്മരിക്കുകയാണ്. ആരുടെയെങ്കിലും പേര് വിട്ട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക, കാരണം ടൈം ഷോർട്ടേജ് കൊണ്ടാണ് അത് എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഞാനത് നോക്കി വായിക്കുന്നില്ല. പക്ഷേ ഓരോരുത്തരോടുമുള്ള വ്യക്തിപരമായിട്ടും ട്രിവാൻഡ്രം ഓൺകോളജി ക്ലബിന്റെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വാക്കുകൾക്ക് സ്നേഹപുരസ്സരം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അർബുദം അറിഞ്ഞതിനും അപ്പുറം എന്ന പുസ്തകത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. As we all know, we are here to celebrate the 1 decade of pursuit in oncology. ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് സുവർണ നിമിഷം തന്നെയാണ്. സ്നേഹത്തിന്റെ, ആദരവിന്റെ സുവർണ നിമിഷങ്ങൾ. തീർച്ചയായും ഓർക്കാനും അഭിമാനിക്കുവാനും ഏറെയുള്ള ഈ ശ്ലാഘനീയ വേളയിൽ നമുക്ക് സ്നേഹാദരവോടെ സ്മരിക്കേണ്ടതുണ്ട് TOCയുടെ വഴികാട്ടിയായ മാർഗദീപത്തെ. അദ്ദേഹം RCCയുടെ ഫൗണ്ടർ ഡയറക്ടറും
TOCയുടെ ഫൗണ്ടർ പ്രസിഡന്റുമാണ്. അതോടൊപ്പം തന്നെ ക്യാൻസർ രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ അതുല്യ വ്യക്തിത്വവുമാണ്. നിറഞ്ഞ സ്നേഹത്തോടെ ആദരവോടെ അദ്ദേഹത്തെ നമുക്ക് സ്മരിക്കാം. പത്മശ്രീ ഡോക്ടർ M. Krishnan Nair അവർകൾ. Let's pay our attention to this beautiful video roll once again. For those stricken with cancer, he was a messiah of hope. For us, he was a guide, guru, and mentor. For us in the spectrum of cancer care, it is difficult to come to terms with the fact that Padma Shri Dr. M. Krishnan Nair is no longer with us. A guiding light, a pioneer who set about and succeeded in changing the face of cancer care in Kerala, from the dreary wards of Medical College Hospital to the modern facilities of RCC, was a quantum upgrade. Cancer care in Kerala is what it is now, and it owes a great deal to Dr. Krishnan Nair. Born in Koni in 1939 to Madhavan Nair and Meenakshi Kuttiyamma, Dr. Krishnan Nair did his schooling in Adur and Trivandrum, passing SSLC in 1955 and pre-degree in 1957. He did a bachelor's degree in chemistry and finally procured his medical degree in 1963. His house surgency ended in 1965 and he became a tutor in radiology. He had in 1964 started a family with Valsara from Ilankath House, and the couple have a daughter. With no postgraduate course for radiology available in Trivandrum, he joined Victoria Medical College in Amritsar as a student of noted radiologist Dr. A.L. Agarwal. Despite the fears of Chinese bombardment owing to the incursion, he procured his MD in his first attempt itself in 1969. Joining Trivandrum Medical College, he was sent to Christie Hospital, England, to keep afoot of advancements in cancer care. Being practiced there, and later completed his FRCR in clinical oncology in his second stint in 1972. Rejoining Trivandrum Medical College, Associate Professor Krishnan Nair, between the year 1971 and 1982, introduced various changes like the bifurcation of radiology department, HR enhancement measures, cancer registry, and community oncology, along with various other innovations. He realized the need for a regional cancer center, and in 1981, RCC Trivandrum was registered and was decided to be located within the Medical College campus itself. Trivandrum RCC was to have 250 beds, including 35 children's beds, and work was completed in 1996. The Cancer Care for Life program, which he initiated, made sure that the best cancer care reaches everyone, including the underprivileged. Under the instruction of the then Chief Minister K. Karunakaran, he was instrumental in the institution of Pain and Palliation Center in Trivandrum. He voluntarily quit private practice that was the curse of major government hospitals. During the 10 years he was a director, he made RCC a cancer research center of national, even international repute. As a member of the World Health Organization Expert Committee, he was a vital part of most discussions on cancer. He had two famous books, Management Science of Cancer Control and Radiotherapy and Cancer Management, in his name, and played a key role in countless world-famous publications. He was an advisory member of American Cancer Society and was a member of Human Health Society of International Atomic Energy Agency. He was part of the 11th Five-Year Plan Committee and advocated for the upliftment of RCC nationwide, a proposal that was accepted and implemented.
He also was one of the founding forces behind Trivandrum Oncology Club, its premier president, which within a decade has evolved into one of the nation's premier centers for exchange of new knowledge on cancer care. A grateful nation honored him with the Padma Shri Award. Today, Trivandrum Oncology Club thanks him with a heart full of appreciation and sorrow at his demise before its 10th anniversary. Well, that's all about our dearest mentor as well as our guiding lamp, നമ്മുടെ മാർഗ ദീപം. തീർച്ചയായിട്ടും we have to begin the sessions. Open discussions വളരെ interested ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. And we will continue the session post the first schedule one. Now we move on to the open discussion, the first session with the theme Role of Information Technology in Improving Cancer Care. And in this session, we all are very blessed because we have two moderators as well as two presentations too. Our moderators will be Dr. K.R. Jyotilal IAS, the Principal Secretary of General Administration, and Shri G. Vijay Raghavan, the former CEO of Technopop. And we will have two presentations. Moving with the time, optimizing the use of information technology for cancer care and control. It will presented by Shri John M. Thomas, CEO, IT Park, Kerala. And the next presentation will be on the topic, exploring digital options, redefining the role of e-health in care and control of cancer in Kerala. And it will be presented by Shri Muhammad Y. Safirullah IAS, the Project Director of eHealth Kerala. So now it's the time to begin this beautiful session on the topic role of information technology in improving cancer care. And first of all, നമ്മുടെ moderator, ഇത്രയും ആദരണീയരായ ജനറൽ അഡ്മിനിസ്ട്രേഷൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ K.R. Jyotilal IAS അവരുടെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. I think since time is too short, probably we will limit to maybe 5 minutes to each of the presenter. In fact, I also got another function to attend. In fact, it is at 7 o'clock, but I think Jarav sir is here. I think he is a former CEO of Technopark, so he might be the right person as far as the IT is concerned. Only 2 points I'd like to mention. Carpnos actually, so Venkat is a very close friend of mine. He was earlier secretary to Ratan Tata. So once he came to Kochi Metro office and he asked for space. I said, why you are coming for space? Then he said, I will take even 15 lakh square feet. And I said, why you are coming? We are getting a good client for Kochi Metro. Then he said, the incidence of cancer is highest in Kerala. Out of all the states, they use the world's best maybe oncologists. They predicted that by after Kerala, Mizoram is the second state as was mentioned, and this can be proven. Then I thought, then you are basically you are with the Tata Trust, and then I said, how are you going? What's the business model by which you are going? He said that we are going with the least cost so that you detect the cases early, then you can prevent it. So first and foremost thing is early detection. Actually, he set up all the equipments in Kochi Metro. I think where the MD sits on top of the office of the MD, we have got to set up one of the best labs where you detect it early. So I think that is the first and foremost thing, probably which will help in preventing the cases. Second one is Dr. Mohan once said that the reason for the cancer is, which I think probably not many know, the cancer is caused by, I don't know whether I'm not a scientist, sugar is the main reason for increase of cancer because cancer cell grows. So early detection, Dr. Jyoti Dev might have already said, I think Kuderi sir was saying because it was early detection which is happening. These are the two things, and now technology is available which we can detect. We can even continuously monitor. In fact, we can use in our own mobile
you get your reading of continuous monitoring of the sugar is possible. Latest devices are there which we ourselves can see our own health. I think that is maybe last but not the least is hurry, worry. These are the three reasons why people are upset. In this new world, we need to know our own health. Now technology, how we can use technology. Third one was now e-health program, which I think probably will be presenting in 5 minutes, about how best the entire data, whether you travel across the globe, your data will be available and the hospitals can use it and for treatment. And now algorithms are there so that they can even predict this such and such cases it is likely to come. So it's even before detection itself, the algorithms can predict it. So this, how best we can use that with the IT company. CEO is here and former CEO of Technopark is here. I think pesticide residue is one thing which we did analysis and now we have got labs here. I think that is another way. Not only it's not what you eat, but what is eating you, which matters. But what you eat, I think pesticide residue analysis is another, and how you can prevent. I think Kerala University has developed a small cheap solutions which you can do it in the house so that 99% of the pesticide residue we can remove it from the vegetables and all. So with these few words, I hand over the mic to the and I request Professor Sri G. Vijayaraghavan, who was the former or founder CEO of the Technopark, to chair the meeting. So in between, I'd like to leave. Thank you. Thank you so much, sir. Thank you very much, Sujyotilal, and it's a very interesting panel. You have two very good speakers, Jonathan Thomas and Mohammed Safrullah. Both of them will talk on very specific areas, trying to, of course, limit the time, because if we take the time that was originally planned for us, by the time people have dinner, it will be 12 o'clock. Okay, so we started half an hour late and then ended the meeting 1.5 hours late. So let's try to do that. I'm not going to take too much, I'll just take 1 or 2 minutes. One of the things, the role of IT is going to be critical, is very clear. And I think a lot of it is going to be predictiveness. So you're going to talk, when you have things like Watson available, where a lot of it is being used for cancer-related research, you're going to find that going to be. The second thing is what we need, and that's where I think the Safrullah is going to play a big role in the e-health program, is on data. The moment there's data available, that data, if you capture it properly, you're going to find that identification, predictability, potential areas where it's going to come. Today, everything that we do is anecdotal. I don't think there's enough data that we are gathering. I know the doctors get a lot of it comes in, but that is what is going. That is where IT is going to play a major role. So I'm just going to request John Thomas to share his views, maybe a couple of minutes. Then we'll have Sri Safrullah, and then I'll probably say a word or two. Please. Sure. So thank you, sir. It was actually very enlightening to listen to the speakers here, because I was expecting an intellectual conversation, but it was more touching and from the heart. And that really speaks volumes about the disease that cancer is. So I just throw away my prepared speech, but I would rather talk freely. There are multiple technologies that are driving cancer care. And currently, if you look at cancer care, it is one-size-fits-all approach. It is, treatment methodologies like chemo or radiation. It is not individualized. It is across all type of patients, and it leaves certain kind of side effects, unwanted side effects rather. So, if you think about in common man's terms, instead of doing a surgical precision strike, you are doing carpet bombing and destroying everything. So one of the, if you look at generally data and analytics, where it is leading us today, what it is doing for us is it's individualizing messaging. The marketing messaging that we are getting is individualized. The advertisements which we are seeing is individualized. The coupons that we get in the commercial platforms are individualized. Similarly, cancer treatment would be individualized too, more precision oriented. And for that, some of the key developments that are happening, there are multiple technologies that are driving that. One is, of course, artificial intelligence.
If you really think about it, there are pattern detection algorithms that are coming up. Artificial intelligence is being used in genome sequencing. It is helping identify specific genetic markers of individuals. It is able to analyze cancer tissue versus ordinary tissue and be able to precisely point out which anomalies or mutations are causing specific kinds of cancer. And one thing which artificial intelligence is very effective in doing is identifying patterns and clustering similar kind of cases together. So using artificial intelligence, you can figure out exactly what is the nature of the beast and have very focused treatment methodologies to essentially address that specific kind of cancer. Rather than talking a lot about approaches, I just want to point out a couple of technologies which will be very effective. So computer vision is going to be very critical. It is the group of technologies that help analyze video as well as images and recognize patterns in them as well as recognize changes in them. Genome sequencing is going to be very critical in identifying specific types of cancer, and artificial intelligence will play a role in that. Other factors which might help is natural language processing, because you can have NLP based algorithm look into volumes of medical research, volumes of clinical information, case studies, etc., and precisely figure out what has worked in similar cases. So those are supposed to be some of the front-ending trends that we are seeing, and hope that will all change the life of the patient as well as the life of the doctor as well as everybody is in between. Thank you. Thank you very much for that. Zafrullah, I know he'll take it in time. I want him to do the presentation. I think